തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് GRC, അതായത് ഗ്ലോബൽ റിപ്പാട്രിയേഷൻ കൗൺസിലിന്റെ ഒരു പരസ്യമാണ്. ലോകത്തിലെ പകുതി പേർ മാഞ്ഞുപോയി തിരിച്ചു വന്നു കഴിഞ്ഞ് ലോകം പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും ഒത്തുചേരാനുള്ള സമയമാണ്. GRCക്ക് അറിയാം നിങ്ങളിൽ പലർക്കും ഇതൊട്ടും ഈസി അല്ലെന്ന്. ഒരുപാട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. 5 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പക്ഷെ നിങ്ങളെ സഹായിക്കാനായി GRC നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ അടുത്തെത്താൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ജോലികളിലേക്ക് കടക്കാൻ, വീടും കുടുംബവും കണ്ടെത്താനാവാത്തവർക്ക് അത് കണ്ടെത്താൻ, എല്ലാം പഴയതുപോലെയാക്കാൻ നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. GRC, ദ ഗ്ലോബൽ റിപ്പാട്രിയേഷൻ കൗൺസിൽ. ഇങ്ങനെയാണ് GRCയുടെ പരസ്യം ഇങ്ങനെയാണെങ്കിലും ഫ്ലാഗ് സ്മാഷേഴ്സ് പറയുന്നത് പോലെ ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളെ ഗവൺമെന്റോ GRCയോ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ GRCയുടെ ഒരു വണ്ടിയിൽ നമ്മളുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ജോൺ വാക്കറും അവന്റെ വലങ്കൈ ലെമാറും കൂടി വന്ന് ഇറങ്ങുവാണ്. ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ഒരു കേന്ദ്രം റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഹേ ഗൈസ്, അവർക്ക് തിരിച്ചടിക്കാൻ സമയം കൊടുക്കരുത്, എല്ലാം പെട്ടെന്നായിരിക്കണം. ഇങ്ങനെ പറഞ്ഞ് ജോൺ വാക്കർ അവിടുത്തെ വാതിൽ ചവിട്ടി പൊളിക്കുവാണ്. ഇപ്പൊ ജോണും ടീമും കാളിയെ തേടിയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ കാളിയും കൂടെ ഉണ്ടായിരുന്നവരും ഒളിച്ചു താമസിച്ച സ്ഥലമാണിത്. അവിടെയാണ് ഇപ്പൊ റെയ്ഡ് നടക്കുന്നത്. ഹായ് ഗൈസ്, എന്റെ പേര് ജോൺ വാക്കർ. കാളി മോഗന്തു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്നലെ ഇവിടെ താമസിച്ചിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ പറയണം. ഒരു കുറ്റവാളി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും വലിയൊരു കുറ്റമാണ്. ഈ സമയത്ത് ഒരാൾ ജർമ്മൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ജോൺ വാക്കറിന് അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ജോൺ ലെമാറിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ചോദിച്ചിട്ടും അയാളൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ജോണിന് ദേഷ്യം വരാൻ തുടങ്ങി. ഹേ മിസ്റ്റർ, കാളി മോർഗനും അവളുടെ കൂടെയുള്ളവരും ഇന്നലെ അവിടെ വന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് അവൾ എവിടെ പോയെന്ന് പറയുന്നത് നല്ലത്. ഈ സമയത്ത് അയാൾ ജോണിന്റെ മുഖത്തേക്ക് തുപ്പുവാണ്. ഇത് ജോണിന് സഹിക്കാൻ പറ്റിയില്ല. അവൻ അയാളെ പിടിച്ച് ചുമനോട് ചേർത്ത് നിർത്തുവാണ്. നിനക്ക് ഞാൻ ആരാന്നറിയോടാ? നീ ആളറിയാതെ എന്റെ അടുത്ത് പെരുമാറുന്നേ. നീ ആരാന്ന് എനിക്കറിയാം. പുതിയ ക്യാപ്റ്റൻ അമേരിക്ക അല്ലേ? പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഈ സമയത്ത് അയാൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം അയാൾ അഭിനയിക്കുമായിരുന്നു. ജോണിന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ അയാളെ കൈയൊന്നും വയ്ക്കുന്നില്ല. ജോൺ ദേഷ്യത്തോടെ അവന്റെ മുഖത്തായി തുപ്പലൊക്കെ തുടച്ചു കളഞ്ഞ് ലെമാറിന് കൂടെ പുറത്തേക്ക് നടക്കുവാണ്. എന്തായാലും ക്യാപ്റ്റൻ അമേരിക്കയായി വന്നിട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആരംഭത്തിലെ അപമാനമാണ് ജോണിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാകെ. പോലീസുകാരനെ നീ നോവിച്ചോന്നോർത്തോ? ലെമ, ഇനിയോട് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ എത്ര ചോദിച്ചാലും ഒരു സത്യം പറയുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സമയം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കോ? ഇവരൊക്കെ ഇതിനെ അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ജോൺ, ആക്ച്വലി ഫ്ലാഗ് സ്മാഷേഴ്സ് സത്യത്തിൽ മോശം കാര്യമൊന്നും അല്ല ചെയ്യുന്നത്. അവർ ആവശ്യക്കാർക്ക് വാക്സിനും മരുന്നും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അത് മോഷ്ടിച്ചിട്ടാണ് മാത്രം. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത്ര സപ്പോർട്ട്. അതെനിക്കറിയാം ലെമ. പക്ഷെ നമ്മൾ നിയമത്തിന്റെ കൂടെ നിന്നേ പറ്റൂ. നമുക്ക് അവരെ പൂട്ടിയേ പറ്റൂ. പക്ഷെ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നോ ലെമ, ഒരു പക്ഷേ സാമും ബക്കിയും നമ്മളെക്കാൾ ഒരുപടി മുന്നിലായിരിക്കും. നമ്മൾക്ക് അവരുടെ പിന്നാലെ പോവാം. അതായിരിക്കും കുറച്ചുകൂടി ഈസി. അടുത്ത സീനി കാണിക്കുന്നത് ജർമ്മനിയിലെ ബെർലിനിലുള്ള ഒരു ജയിലാണ്. ഈ ജയിലിലാണ് സിമോയെ പൂട്ടി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ഹൈഡ്രയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ച സിമോയ്ക്ക് തീർച്ചയായിട്ടും സൂപ്പർ സോൾജേഴ്സ് എർത്തിനെ പറ്റിയും മറ്റ് വിന്റർ സോൾജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ സോൾജേഴ്സിനെ പറ്റിയും അറിയാമെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് സിമോയെ കണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. സാം, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നീ ഇതിന് ഒറ്റയ്ക്ക് പോകുന്ന ഞാനും വരാം. അല്ല സാം, നീ ഒരു അവെഞ്ചറാണ്. സിമോയ്ക്ക് അവെഞ്ചേഴ്സിന് ഇഷ്ടമല്ല, വേറെ ഹീറോസിന് ഇഷ്ടമല്ല. അത് നിനക്കറിയാലോ. ബക്കി, നീ പറയുന്ന കേട്ടതൊന്നും നീയും സിമോയും ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെയല്ല സാം, ഹൈഡ്രയെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് സിമോ. എനിക്ക് ഹൈഡ്രയായിട്ട് ബന്ധമുണ്ട്. സോ അവൻ എന്നോട് പേഴ്സണലി ദേഷ്യമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്തായാലും ഞാൻ പോകുന്നത് നല്ലത്. എന്നെ വിശ്വസിക്ക്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് ബക്കി പോവാണ്. ഇവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഓഫീസർമാർ CCTV കൂടെ നോക്കുന്നുണ്ട്. സിമോയെ വളരെ സുരക്ഷിതമായിട്ടാണ് അവർ പൂട്ടി വെച്ചിരിക്കുന്നത്. ബക്കി അവര് അതിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ബക്കി വരുന്ന കണ്ട ഉടനെ സിമോ എണീറ്റ് അവനെ വിന്റർ സോൾജർ ആക്കി മാറ്റാനുള്ള ആ പ്രത്യേക വാക്കുകൾ പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹൈഡ്ര ബക്കിയെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ബക്കിയെ വിന്റർ സോൾജർ ആക്കി മാറ്റാൻ വേണ്ടി നേരത്തെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന കുറച്ച് വാക്കുകൾ അതേ ഓർഡറിൽ അതുപോലെ പറയുകയാണെങ്കിലേ പറ്റൂ. പണ്ട് സിമോ ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ട്. അവൻ അതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സിമോയ്ക്ക് അറിയില്ല ബക്കിയുടെ തലയിൽ വിന്റർ സോൾജർ ഇപ്പൊ ഇല്ലാന്ന്. സിമോ വാക്കുകൾ പറഞ്ഞു നോക്കിയെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇനി അതുകൊണ്ട് കാര്യമില്ല സിമോ. ആ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഞാനിപ്പോ വിന്റർ സോൾജർ അല്ല. അത് ഞാൻ ഊഹിച്ചു. നീ ഇപ്പോഴും വിന്റർ സോൾജർ ആയിരുന്നെങ്കിൽ ഇത്ര ധൈര്യത്തോടെ എന്റെ മുന്നിലേക്ക് വരില്ലല്ലോ. ഞാൻ ആ വാക്കുകൾ പറഞ്ഞു നോക്കിയത് നീ ഇപ്പൊ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാ. അങ്ങനെ പറഞ്ഞ സിമോ ബക്കിയുടെ അടുത്തേക്ക് വന്ന് അവനെ സൂക്ഷിച്ചു നോക്കുകയാണ്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ബക്കി. എനിക്ക് തോന്നുന്നത് പഴയ വിന്റർ സോൾജർ ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ടെന്നാണ്. അവൻ എവിടെയോ ഉറങ്ങിക്കിടക്കുവാണ്. എനിവേ, നീ ഭാഗ്യമുള്ളവനാ. നിന്നെ വിന്റർ സോൾജർ ആയവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ നിന്നെ അവർ ഐസ് വെട്ടി കിടത്തി ഉറക്കി. അതുകൊണ്ട് തടവി കിടക്കുന്നതിന്റെ വിഷമവും ബോറടിയും നിനക്കറിയേണ്ടി വന്നില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഇവിടെ ഭയങ്കര ബോറിംഗാ. നീ പറയുന്ന പോലെ എന്റെ ജീവിതം അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് ഒരു റോബോട്ടിനെ പോലെ സ്വയം ബോധമില്ലാതെ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ജയിലിൽ ബോറടിച്ച് കിടക്കുന്നതാ. എന്തായാലും ബക്കി, ഞാനൊന്ന് നിന്നെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കി. അതെന്റെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. എന്റെ കുടുംബം നശിക്കാൻ കാരണമായവരെ എനിക്ക്
തമ്മിലടുപ്പിക്കണമെന്ന് തോന്നി. അല്ലാതെ എനിക്ക് നിന്നോട് പേഴ്സണലി പ്രശ്നമൊന്നുമില്ല ബക്കി. നീ എന്റെ പ്ലാനിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അതിനെപ്പറ്റി പറയാനല്ല ഞാനിപ്പോ വന്നത്. സൂപ്പർ സോൾജർ സെറം ആരോ വീണ്ടും നിർമ്മിച്ചിരിക്കുന്നു. നിനക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. സൂപ്പർ സോൾജർ സെറത്തിന്റെ പിന്നിൽ ഹൈഡ്രയുടെ കൈകൾ ഉണ്ടായിരിക്കും എനിക്ക് സംശയമുണ്ട്. എനിക്കാണെങ്കിൽ ഹൈഡ്രയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. അതുകൊണ്ടാണ് നീ എന്റെ അടുത്തേക്ക് വന്നതല്ലേ. നിന്റെ മുഖത്ത് ഒരു നിസ്സഹായതാവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നീ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വെൽ, എന്തായാലും നീ ചിന്തിച്ചത് വെറുതെയില്ല. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് പുറത്തിറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ പുറത്തിറക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ എനിക്ക് അറിയാം. ട്രൈ ചെയ്യ്. ഇപ്പൊ സീൻ ചേഞ്ച് ആവാണ്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ബക്കി സാമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. സാമിനാണെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു. എന്റെ ബക്കി, നീ എന്താ പറയുന്നത്? എനിക്ക് ബുദ്ധിയില്ലാതായോ? സിമോയെ പോലെ ഒരു ക്രിമിനലിനെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ സാം, അതെനിക്ക് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എവിടെ തുടങ്ങണമെന്ന് പോലും നമുക്ക് അറിയില്ല. 8 സൂപ്പർ സോൾജേഴ്സ് ആണ് പുറത്ത് കറങ്ങി നടക്കുന്നത്. അവരും ഡേഞ്ചർ തന്നെയാണ്. നമുക്ക് സിമോയുടെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷെ ബക്കി, സിമോ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറി കളിക്കും. എന്റെ അല്ല, പ്രത്യേകിച്ച് നിന്റെ. പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ ഇപ്പോഴും വിന്റർ സോൾജർ അല്ല നിനക്ക് ഉറപ്പല്ലേ? എങ്ങാനും സിമോ നിന്നെ തിരിച്ച് അതുപോലെ ആക്കിയ എല്ലാം കൈവിട്ടു പോകും. പക്ഷെ ഒരു കാര്യമുണ്ട് സാം, സിമോക്ക് ഹീറോസിന് ഇഷ്ടമല്ല. അവന് സൂപ്പർ സോൾജേഴ്സിനും ഇഷ്ടമല്ല. അവരെയൊക്കെ നശിപ്പിക്കാൻ അവൻ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ സിമോ ഇതിനു മുന്നേ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് നിനക്ക് അറിഞ്ഞൂടെ? ഒരു പൊതു ചടങ്ങിന്റെ ഇടയ്ക്ക് അവൻ ബോംബ് സ്ഫോടനം നടത്തി കിങ് ടിച്ചാക്കയെ കൊന്നു കളഞ്ഞു. എന്നിട്ട് അതിന്റെ പേരിൽ നിന്നെ കൊടുക്കാൻ നോക്കി. ഇതൊക്കെ മറന്നുപോയോ നീ? അതുപോട്ടെ, വൊക്കാന്റെ കാര്യം മറന്നിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സിമോ പുറത്തുണ്ടെന്നറിഞ്ഞാ വൊക്കാന്റെ കാര്യം അവനെ തേടി വരും. ബാക്കി സൂപ്പർ സോൾജേഴ്സ് പുറത്ത് കറങ്ങി നടക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും ഡേഞ്ചറും ഉണ്ടാവുമെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാം. നിനക്ക് അതിന്റെ ഹിസ്റ്ററി ഉണ്ട്. നീ ഒരു സൂപ്പർ സോൾജർ ആണല്ലോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സിമോയെ പുറത്തിറക്കുന്നത് ഡേഞ്ചറാ. അത് മാത്രമല്ല, അവനെ നീ എങ്ങനെ പുറത്തിറക്കാൻ പോകുന്നത്? ഒരു ജയിലിൽ നിന്ന് അവനെ ചാടിക്കാന്ന് പറഞ്ഞ് ഈസിയാണെന്നാണോ വിചാരം? ആക്ച്വലി സാം, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. നീ ഒന്ന് കേട്ടു നോക്ക്. അങ്ങനെ പറഞ്ഞ് ബക്കിയോ എന്റെ പ്ലാൻ പറയുവാണ്. സിമോ വായിച്ചുകൊണ്ടിരിക്കുന്ന മാക്കിയവെല്ലി എന്ന് പറയുന്ന ബുക്കിൽ ബക്കി ഒരു കീ കാർഡ് ഒളിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ കീ കാർഡ് വെച്ച് ജയിലിന്റെ പ്രധാന വാതിൽ തുറക്കാൻ പറ്റും. ഇത് ബക്കി എങ്ങനെ ഉള്ളിൽ എത്തിച്ചു എന്ന് കാണിക്കുന്നില്ല. മിക്കവാറും ബക്കിക്ക് അതിന്റേതായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നേരത്തെ ഒരു പെണ്ണിനെ ബക്കി ഒറ്റയ്ക്ക് ഈസി ആയിട്ട് കാറൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ടല്ലോ. സോ ബക്കി പഴയതുപോലെ ടെക്നോളജി അറിയാത്ത ആളൊന്നുമല്ല. ഒരു ജയിലായാലും ശരി, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലമായാലും ശരി, അവിടുത്തെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ശ്രദ്ധയില്ലാത്ത മനുഷ്യരായിരിക്കും. അല്ലാതെ അവിടുത്തെ ടെക്നോളജിയോ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ഒന്നും ആയിരിക്കില്ല. ഈ ജയിലിലോ അങ്ങനെ ശ്രദ്ധയില്ലാത്ത കുറെ പോലീസുകാരുണ്ടെന്നായിരിക്കും ബക്കി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ബക്കിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ബക്കിയുടെ പ്ലാൻ, അവൻ സിമോയെ കണ്ട് പുറത്തേക്ക് വരും. കൂടെ എന്തായാലും പോലീസുകാരനുണ്ടായിരിക്കും. സിമോക്ക് പുറത്ത് കിടക്കണമെങ്കിൽ പോലീസുകാരുടെയൊക്കെ ശ്രദ്ധ തെറ്റിക്കണം. അതിന് ഏറ്റവും നല്ല വഴി ജയിലിന്റെ ഉള്ളിൽ ഒരു അടിപിടി ഉണ്ടാക്കലാണ്. അതിനുള്ള ഐഡിയയും ബക്കിയുടെ കയ്യിലുണ്ട്. കണ്ടാൽ തന്നെ കലിപ്പനാന്ന് തോന്നുന്ന ഒരു ജയിൽ പുള്ളിക്ക് ഒരു സംഭവം എഴുതിയിട്ട് കൊടുത്താൽ മതി. എഴുതിയിട്ട് കൊടുക്കുന്ന പേപ്പറിൽ നിന്റെ മുന്നിലിരിക്കുന്നവൻ നിന്നെ ഒന്ന് കൊല്ലുമെന്ന് എഴുതി വെക്കണം. അപ്പൊ തീർച്ചയായിട്ടും കലിപ്പന് മുന്നിലിരിക്കുന്നവൻ തന്നെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് അവനെ അടിക്കാൻ തോന്നും. പുറത്തുനിന്ന് വെറുതെ വിസിറ്റിങ്ങിന് വേണ്ടി വന്ന ബക്കി ഇങ്ങനെ ഒരു സംഭവം എഴുതി ഈ കലിപ്പിന് കൊടുക്കുമ്പോൾ അയാൾ മിക്കവാറും അത് വിശ്വസിക്കും. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ അടിയാവും. അങ്ങനെ അവരുടെ കൂട്ടുകാരൊന്ന് പരസ്പരം അടിയാവും. അങ്ങനെ അവിടെ ഒരു കൂട്ടത്തല്ല് നടക്കും. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാരുടെ ഒക്കെ ശ്രദ്ധ അങ്ങോട്ടാവും. അവരൊക്കെ ഒന്ന് ഈ കുറ്റവാളികളെ തിരിച്ച് സെല്ലിലേക്ക് മാറ്റുന്ന തിരക്കിലായിരിക്കും. ഈ സമയത്ത് സിമോക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് വരാം. ഇനി എങ്ങാനും 1-2 പോലീസ് അവനെ തടയാൻ ശ്രമിച്ചാലും അവരെ അടിച്ചിടാനുള്ള ഒരു ശക്തിയൊക്കെ സിമോക്ക് ഉണ്ട്. എന്നിട്ട് സിമോ ഒരു പോലീസുകാരന്റെ ഡ്രസ്സ് എടുത്തിടും. നേരെ പുറത്തേക്ക് നടക്കും. എന്നിട്ട് സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് നേരെ ജയിലിന്റെ മെയിൻ വാതിൽ തുറക്കും. അത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു ബട്ടൺ പിടിച്ചമർത്തിയ അവിടെ മുഴുവൻ അലാറം മുഴങ്ങാൻ തുടങ്ങും. അലാറം മുഴങ്ങാനായിട്ട് എന്താ സംഭവിച്ചെന്നറിയാൻ ബാക്കിയുള്ള പോലീസുകാരും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. ഈ തക്ക സമയത്ത് സിമോക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പോലീസ് യൂണിഫോമിലായതുകൊണ്ട് പെട്ടെന്ന് ആർക്കും സംശയം തോന്നുകയില്ല. അങ്ങനെ ബക്കി അവന്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ പൊന്ന് ബക്കി, നിന്റെ ഈ പ്ലാൻ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഇതൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ ഇതെങ്ങനെ നീ നടത്താൻ പോകുന്നത്? എനിക്ക് ഈ പ്ലാനിൽ ഒട്ടും വിശ്വാസമില്ല. സാം അങ്ങനെ പറയുമ്പോഴേക്കും ഏതോ ഒരുത്തൻ പോലീസ് യൂണിഫോം ഇട്ട് അങ്ങോട്ട് കടന്നു വരുവാണ്. അത് ബാരൻ സിമോ ആയിരുന്നു. അപ്പൊ ബക്കി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ നടത്താൻ പോകുന്ന പ്ലാൻ അല്ല, അവൻ ഓൾറെഡി നടത്തി കഴിഞ്ഞ പ്ലാനാണ്. എന്താ ബക്കിയുടെ ഒരു ഓറ! സിമോ വരുന്നത് കണ്ട് സാമിന് വിശ്വസിക്കാൻ പറ്റിയില്ല. ബക്കി, എന്താ ഇത്? അപ്പൊ നീ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്? സാം, നീ കൂളാവ്. ഞാൻ ഈ പ്ലാൻ നേരത്തെ നിന്നോട് പറഞ്ഞ നിനക്കത് ഇഷ്ടപ്പെടില്ല എന്ന്, നീ എന്റെ കൂടെ നിൽക്കില്ല എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ബക്കി, നീ എന്താ ചെയ്തത്? നിനക്ക് വല്ല വിവരമുണ്ടോ? ഒരു ക്രിമിനലിനെയാണ് നീ പുറത്തിറക്കിയിരിക്കുന്നത്, അത് ഇല്ലീഗലായിട്ട്. സിമോ, നീ സന്തോഷിക്കണ്ട. നിന്നെ ഞാൻ തിരിച്ച് സെല്ലിൽ അടച്ചിരിക്കും. ഗൈസ്, നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ട, ഈ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്തോളാം. ബക്കിയും സാമും ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ട് സിമോ മിണ്ടാതിരുന്നു. സാം, നീ പറയുന്ന പോലെ ഞാൻ ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. ഇതത്ര ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പണ്ട് സ്റ്റീവ് സോക്കോയ അക്കോർഡ്സിൽ ഒപ്പുവെക്കാതിരുന്നപ്പോ നീ സ്റ്റീവിന്റെ കൂടെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ? നീ സ്റ്റീവിനെ വിശ്വസിച്ചു, അവന്റെ കൂടെ നിന്നു. അന്ന് നിങ്ങൾ ചെയ്തതും ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരി
ശരിയാണെന്ന്. അന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് നീ സ്റ്റീവിന്റെ കൂടെ നിന്നത്, ശരിയല്ലേ? നീ ഒരു വട്ടം കൂടി അങ്ങനെ ചെയ്യണം. പണ്ട് സ്റ്റീവിനെ വിശ്വസിച്ചതുപോലെ അവന്റെ കൂടെ നിന്നതുപോലെ നീ എന്റെയും കൂടെ നിൽക്ക്. നിനക്ക് തന്നെ അറിയതല്ലാതെ വേറെ വഴിയൊന്നുമില്ലാന്ന്. ഗൈസ്, നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നാൽ ഞാൻ കാര്യങ്ങൾ പറയാം. നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഓക്കെ ബക്കി, എന്തെങ്കിലും ആവട്ടെ. ആൻഡ് സിമോ, നിന്നെ പുറത്തിറക്കിയത് ശരി, പക്ഷെ ഞങ്ങൾ പറയുന്നതല്ലാതെ ഒരു കാര്യം പോലും നീ ചെയ്യരുത്. ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാതെ നീ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറ. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങേണ്ടത്. അവരിങ്ങനെ പറയുമ്പോൾ സിമോ ചിരിക്കുവാണ്. ഈ സമയത്ത് കുറച്ചു പേരെങ്കിലും സിമോ ആരാന്ന് മറന്നുപോയിട്ടുണ്ടാവും. ആരാന്നൊക്കെ അറിയാം, പക്ഷെ അവൻ എന്തൊക്കെ ചെയ്തു, ശരിക്കും സിമോ എത്രമാത്രം ബ്രില്യന്റ് ആയിരുന്നു, ഇതൊക്കെ പലരും മറന്നുപോയി. എന്നാൽ നമുക്ക് സിമോയുടെ ബാക്ക് സ്റ്റോറി ഒന്ന് നോക്കാം. ഒരുപാട് നീണ്ടുപോയില്ലെന്ന് വിചാരിക്കുന്നു, എന്നാലും ഇത് കേട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോക്കോവിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രഭു കുടുംബത്തിലാണ് സിമോ ജനിക്കുന്നത്. സിമോയുടെ ഫാമിലി ഒടുക്കത്ത് റിച്ച് ആയിരുന്നു. അത് കഴിഞ്ഞ ഒരു പ്രായം എത്തിയപ്പോൾ സിമോ ആർമിയിൽ ചേർന്നു. അവിടുത്തെ പല പ്രധാന പദവികളും സിമോ വഹിച്ചിട്ടുണ്ട്. സിമോയ്ക്ക് അവന്റെ അച്ഛനോടും കുടുംബത്തിനോടും ഭയങ്കര സ്നേഹമായിരുന്നു. അവൻ വിവാഹം കഴിച്ചു. അവൻ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സിമോയുടെ മകൻ അവെഞ്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് അയൺമാനെയൊക്കെ. സിമോയ്ക്കും അവെഞ്ചേഴ്സിനോട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ 2015 അൾട്രോൺ എന്ന് പറയുന്ന വില്ലൻ വരുവാണ്. അൾട്രോൺ സോക്കോവിയയിൽ അറ്റാക്ക് നടത്തിയപ്പോൾ സിമോയും കൂടെയുള്ള സൈനികരും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയി. സിമോ തന്റെ അച്ഛനോടും ഭാര്യയോടും മകനോടും ഫാമിലിയോടും ഒക്കെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് അവന്റെ ഫാമിലി മുഴുവൻ കൊല്ലപ്പെട്ടു. അവൻ വളരെയധികം സ്നേഹിച്ചിരുന്ന അവന്റെ ഭാര്യ പോലും കൊല്ലപ്പെട്ടു. സിമോയുടെ മകനും പോയി. ഇത് അവന് ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല. അവെഞ്ചേഴ്സ് അൾട്രോണിനെ തോൽപ്പിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അവെഞ്ചേഴ്സ് ഒരു കാരണമാണെന്ന് സിമോ വിശ്വസിച്ചു. കാരണം അൾട്രോൺ ഉണ്ടായത് തന്നെ ടോണി സ്റ്റാർക്ക് മൂലമാണ്. ടോണി സ്റ്റാർക്ക് വേണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും അദ്ദേഹവും അവെഞ്ചേഴ്സും ഒക്കെ കൂടി ചെയ്ത കാര്യങ്ങളുടെ ഫലമായിട്ടാണ് അൾട്രോൺ വന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടായതും. അതിന്റെ ഭാഗമായിട്ട് സിമോയുടെ ഫാമിലി മരിച്ചതും. അൾട്രോണും അവെഞ്ചേഴ്സും തമ്മിൽ നടന്ന യുദ്ധത്തിനിടയ്ക്ക് നഗരം എത്രത്തോളം നശിച്ചെന്നോ എത്രത്തോളം പാവപ്പെട്ട ആളുകൾ മരിച്ചെന്നോ അവെഞ്ചേഴ്സിലെ പലരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇതാണ് സിമോയ്ക്ക് അവെഞ്ചേഴ്സിനോടും സൂപ്പർ ഹീറോസിനോടും സൂപ്പർ സോൾജേഴ്സിനോടും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നാനുണ്ടായ കാരണം. അവന് കുറ്റം പറയാൻ പറ്റില്ല. സിമോയ്ക്ക് അവൻ സ്നേഹിച്ചിരുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ടു. പിന്നീട് സിമോയുടെ ലക്ഷ്യം ഈ പറയുന്ന അവെഞ്ചേഴ്സിനെയും സൂപ്പർ സോൾജേഴ്സിനെയും ഹീറോസിനെയും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സിമോയുടെ പവർ ഉപയോഗിച്ച് അവനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവൻ അത്ര ശക്തനൊന്നുമല്ല. പക്ഷെ സിമോയുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം അവന്റെ ബുദ്ധിയായിരുന്നു. അതവൻ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. ഒരു അടിപൊളി പ്ലാൻ സിമോ ഉണ്ടാക്കി. 2014 ബ്ലാക്ക് വിഡോ ഷീൽഡിനുള്ളിൽ തന്നെയുള്ള ഹൈഡ്രയെ പറ്റിയുള്ള വിവരങ്ങൾ എടുത്തിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മളുടെ ക്യാപ്റ്റനും വിന്റർ സോൾജറും തമ്മിൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഷീൽഡിനുള്ള ഹൈഡ്രോ നശിച്ചു. ഷീൽഡ് ഏജൻസിയും തൽക്കാലം ഇല്ലാതെയായി. ഹൈഡ്രയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ബ്ലാക്ക് വിഡോ പബ്ലിക് ആയിട്ട് അങ്ങോട്ട് ലീക്ക് ചെയ്യുവാണ്. അതിൽ ഹൈഡ്രയുടെ ചരിത്രത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സിമോ ഇത് നന്നായിട്ട് പഠിക്കുവാണ്. മാത്രമല്ല, അവന്റെ ഭാഗത്ത് നിന്ന് വേറെ പല അന്വേഷണങ്ങളും നടത്തി. വിന്റർ സോൾജർ പ്രോഗ്രാമിനെ പറ്റി സിമോ മനസ്സിലാക്കി. സൂപ്പർ സോൾജേഴ്സ് ഇനി ഉണ്ടായാൽ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രശ്നമാണെന്ന് സിമോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈ സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഹൈഡ്രയുടെ സയന്റിസ്റ്റുകൾ ഓരോരുത്തരെയായിട്ട് സിമോ തേടി പിടിച്ച് കൊല്ലാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് അവെഞ്ചേഴ്സിനെ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഒരു പ്ലാനും സിമോ ഉണ്ടാക്കി. വിന്റർ സോൾജർ പ്രോഗ്രാമിൽ ഏർപ്പെട്ടിരുന്ന വാസിലി കാർപ്പോ എന്ന് പറയുന്ന ഹൈഡ്രയുടെ പ്രധാന ആളായിരുന്ന ഒരുത്തനെ സിമോ കണ്ടുപിടിക്കുന്നുണ്ട്. തന്റെ കാർ കേടായെന്നൊക്കെ കള്ളം പറഞ്ഞ് സിമോ കാർപ്പോവിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് അയാൾ അടിച്ച് തല കീഴെ കെട്ടിത്തൂക്കി. സിമോ കാർപ്പോവിനെ ടോർച്ചർ ചെയ്ത് ഹൈഡ്രയെ പറ്റിയും വിന്റർ സോൾജർ പ്രോഗ്രാമിനെ പറ്റിയും സൂപ്പർ സോൾജേഴ്സിനെ പറ്റിയും സെറത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ എടുക്കുന്നു. ഈ പറയുന്ന കാർപ്പോ വിന്റർ സോൾജറിനെ പല മിഷൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായിട്ടുള്ള ഹോട്ട് സ്റ്റാർക്കിനെയും ടോണി സ്റ്റാർക്കിന്റെ അമ്മയെയും കൊല്ലാൻ വിട്ടതും ഈ പറയുന്ന കാർപ്പോ ആയിരുന്നു. എന്തിനു വേണ്ടി? ഹോട്ട് സ്റ്റാർ ക്രിയേറ്റ് ചെയ്ത പുതിയ സൂപ്പർ സോൾജേഴ്സിനെ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വിന്റർ സോൾജറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറയേണ്ട വാക്കുകൾ അടങ്ങുന്ന പ്രത്യേക ബുക്ക് കാർപ്പോവിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് സിമോ കണ്ടുപിടിക്കുകയാണ്. സിമോ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാർപ്പോ പറയാൻ കൂട്ടാക്കിയില്ല. അയാളുടെ ഉള്ളിൽ അയാൾ ഇപ്പോഴും ഹൈഡ്രയോട് വിശ്വസ്തത പുലർത്തുന്ന ആളായിരുന്നു. സോ സിമോ എന്ത് ചെയ്തു? അയാളെ തല കീഴായി കെട്ടിത്തൂക്കി സിങ്കിലെ വെള്ളം ഓണാക്കി വെച്ചു. അയാൾ മുങ്ങിച്ചത്തു. ഇത് കഴിഞ്ഞ് സിമോ അടുത്ത പ്ലാൻ ഇറക്കി. യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രധാന മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോക്കോയി അക്കോർഡ്സിനെ പറ്റിയായിരുന്നു അത്. അവിടെ വക്കാൻഡയുടെ രാജാവായിട്ടുള്ള കിങ് ടിച്ചാക്കയും വന്നിട്ടുണ്ടായിരുന്നു. സിമോ അവിടെ ഒരു ബോംബ് സ്ഫോടനം നടത്തി. അതിൽ കിങ് ടിച്ചാക്ക കൊല്ലപ്പെട്ടു. സിമോ വിന്റർ സോൾജർ പോലെ വേഷം ധരിച്ച് ഈ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ വിന്റർ സോൾജർ ആണെന്ന പേരിൽ ന്യൂസ് അടിച്ചിറക്കുവാണ്. ഇതൊന്നും സിമോ ചെയ്യേണ്ടി വന്നില്ല. വിന്റർ സോൾജറിന്റെ വേഷം ഇട്ട് അവിടുത്തെ CCTVയിൽ മുഖം കാണിക്കുന്നത് പോലെ സിമോ അങ്ങോട്ട് നടന്നു പോവാണ്. സോ തീർച്ചയായിട്ടും പേപ്പറിൽ ന്യൂസ് വരുമല്ലോ. പിന്നെ ആളുകൾ വിന്റർ സോൾജറിനെ തെരഞ്ഞു നടക്കാൻ തുടങ്ങി. കാരണം കുറ്റം മുഴുവൻ ഇപ്പൊ വിന്റർ സോൾജറിന്റെ മേലാണ്. പക്ഷെ ഏകദേശം ഈ സമയത്താണ് ബക്കി വിന്റർ സോൾജറിൽ നിന്നും ശരിക്കുള്ള ബക്കിയായി മാറുന്നത്. അവൻ സ്റ്റീവായിട്ട് ഫൈറ്റ് നടക്കുന്നതോടെ പഴയ കാര്യങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് വരാൻ തുടങ്ങി. അവൻ അവനെ പറ്റി തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബക്കിയുടെ മേലേക്ക് ഈ കുറ്റം ചാർത്തപ്പെടുന്നത്. ബക്കി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ സിമോയുടെ മനസ്സിൽ വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ക്യാപ്റ്റൻ അമേരിക്കയ്ക്കും സാമിനും മനസ്സിലായി, എന്തായാലും ഇത് ചെയ്തത് ബക്കി ആയിരിക്കില്ല. ഇനി ഇൻ കേസ് ഇത് ചെയ്തത് ബക്കി ആണെങ്കിൽ അത് ഹൈഡ്ര അവനെ വിന്റർ സോൾജർ ആക്കി മാറ്റി ചെയ്യിക്കുന്നതായിരിക്കും. സോ ബക്കിക്ക് കുഴപ്പമൊന്നും വരാതെ അവനെ രക്ഷിച്ചേ പറ്റൂ. എന്നിട്ട് സത്യമൊക്കെ എല്ലാവരോടും പറയണം. ക്യാപ്റ്റനും സാമും ബക്കിയെ രക്ഷിക്കാൻ
നോക്കുന്നു. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബക്കിയെ പിടിക്കണം, പക്ഷെ അവൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇതിന്റെ ഇടയ്ക്കാണ് കൊല്ലപ്പെട്ട കിങ് ടിച്ചാക്കയുടെ മകനായിട്ടുള്ള ടിച്ചാല ബക്കിയെ കൊല്ലാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ക്യാപ്റ്റനും സാമും ബക്കിയും ബ്ലാക്ക് പാന്തറും കൂടി ഫൈറ്റ് ആയി. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റനും സാമും ഇങ്ങനെ ചെയ്തത് ടോണി സ്റ്റാർക്കിന് അവരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണമായി. സോക്കോയ അക്കോർഡ്സിൽ ഒപ്പുവെക്കണമെന്ന് ടോണി പറഞ്ഞു. ഒപ്പുവെക്കാൻ പറ്റില്ല എന്ന് ക്യാപ്റ്റനും പറഞ്ഞു. അങ്ങനെ അവെഞ്ചേഴ്സ് തന്നെ രണ്ട് ഭാഗമാവുകയാണ്. സിമോയുടെ പ്ലാൻ ഏറെക്കുറെ വർക്കൗട്ട് ആവാൻ തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ബക്കിയെ ചോദ്യം ചെയ്യാൻ ഒരു സൈക്യാട്രിസ്റ്റിനെ അവർ ജയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. സിമോ ഈ കാര്യം നേരത്തെ മനസ്സിലാക്കി ആ സൈക്യാട്രിസ്റ്റിനെ സിമോ കിഡ്നാപ്പ് ചെയ്യുവാണ്. എന്നിട്ട് അയാളെ കൊന്നുകളയുന്നു. എന്നിട്ട് സൈക്യാട്രിസ്റ്റിന്റെ വേഷമൊക്കെ ഇട്ട് ആൾമാറാട്ടം നടത്തി സിമോ ജയിലിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എല്ലാ രേഖകളും കറക്റ്റ് ആയിട്ട് കാണിച്ചതുകൊണ്ട് ആർക്കും സിമോയെ സംശയം തോന്നിയില്ല. അവൻ ബക്കിയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ ബക്കിയുടെ പാസ്റ്റിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് സിമോ നേരത്തെ ഏർപ്പാടാക്കിയിട്ടുള്ളതുപോലെ വേറൊരു ബ്ലാസ്റ്റ് നടത്തി ഇവിടുത്തെ മൊത്തം കറണ്ട് കളയുവാണ്. എന്നിട്ട് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് ബക്കിയെ വിന്റർ സോൾജറാക്കി മാറ്റാനായിട്ടുള്ള ഹൈഡ്രയുടെ ആ സ്പെഷ്യൽ വേർഡ്സ് സിമോ പറയാൻ തുടങ്ങി. അങ്ങനെ സിമോ ബക്കിയെ പുറത്ത് ചടിച്ചു. എന്നിട്ട് ക്യാപ്റ്റനും സാമും ഒക്കെ സിമോയെ പിടിക്കാൻ വന്നപ്പോ വിന്റർ സോൾജറിനോട് അവരോട് ഫൈറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ സിമോ അവിടുന്ന് എസ്കേപ്പ് ആയി. സിമോ വീണ്ടും അവന്റെ പ്ലാൻസ് തുടർന്നു. സൈബീരിയയിലെ ഹൈഡ്രയുടെ ഒരു കേന്ദ്രത്തിൽ പണ്ടുണ്ടാക്കിയിരിക്കുന്ന വിന്റർ സോൾജേഴ്സിനെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ നേരെ അവിടെ പോയി. സൂപ്പർ സോൾജേഴ്സിനോട് സിമോയ്ക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ. അവിടെ മഞ്ഞിൽ ഉറക്കിക്കിടത്തിയിരിക്കുന്ന സൂപ്പർ സോൾജേഴ്സിനെ ഒക്കെ സിമോ വെടിവെച്ച് കൊന്നുകളയുവാണ്. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് സിമോ അവന്റെ ഫാമിലിയെയും വൈഫിനെയും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് അവന്റെ ഒരു പേഴ്സണൽ പ്രതികാരം പോലെയായിരുന്നു. എങ്ങനെ പോയാലും ബക്കി ക്യാപ്റ്റന്റെ പിടിയിലാവുമെന്ന് സിമോയ്ക്ക് അറിയായിരുന്നു. അവൻ സൈബീരിയയിലെ ഹൈഡ്രയുടെ കേന്ദ്രത്തിൽ പോയി സൂപ്പർ സോൾജേഴ്സിനെ വെടിവെച്ച് കൊന്നുകഴിഞ്ഞ് അവിടുത്തെ സേഫ് ആയിട്ടുള്ള ഒരു ബങ്കർ കയറി ഒളിച്ചിരിക്കുവാണ്. സിമോ വിചാരിച്ചതുപോലെ തന്നെ ക്യാപ്റ്റനും ബക്കിയും അങ്ങോട്ട് വന്നു. പക്ഷെ അവർക്ക് സിമോയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ടോണി സ്റ്റാർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സിമോ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമോ ആൾമാറാട്ടം നടത്താൻ വേണ്ടി കൊന്നുകളഞ്ഞ സൈക്കാട്രിസ്റ്റിന്റെ ബോഡി അവൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ സിമോ ഉപേക്ഷിച്ചു. എന്നിട്ട് ഹോട്ടലിലേക്ക് കോൾ ചെയ്ത് റൂം സർവീസ് ചെയ്യാൻ പറയുവാണ്. അപ്പൊ അങ്ങനെ വന്നവര് ഈ ഡെഡ് ബോഡി കാണുകയും അത് പോലീസിനോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ടോണി ഇതിനെപ്പറ്റി അറിയാനിടയായി. ടോണി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ കളികളുണ്ടെന്ന്. ഒരുപക്ഷെ ക്യാപ്റ്റന്റെയും ബക്കിയുടെയും ഭാഗം ശരിയായിരിക്കാമെന്ന് ടോണിക്ക് തോന്നി. ടോണി സാമിനോട് വന്ന് കാര്യങ്ങൾ ചോദിച്ചു. സാം ക്യാപ്റ്റനും ബക്കിയും സൈബീരിയയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. ടോണി നേരെ അങ്ങോട്ട് വരികയും ചെയ്തു. സോ ഇതൊക്കെ സിമോയുടെ പ്ലാനാണ്. അവൻ വിചാരിച്ചതുപോലെ അയൺമാൻ അങ്ങോട്ട് വരുന്നു. സിമോ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിന്റർ സോൾജർ ടോണിയുടെ അച്ഛനും അമ്മയും കൊല്ലുന്ന വീഡിയോ ടോണിയുടെ മുന്നിൽ വെച്ച് സിമോ പ്ലേ ചെയ്യുവാണ്. അവന്റെ പ്ലാൻ പോലെ തന്നെ ടോണി സ്റ്റാർക്കിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ബക്കിയെ കൊല്ലാൻ വേണ്ടി ഓടിക്കുവാണ്. അങ്ങനെ ക്യാപ്റ്റനും ബക്കിയും ടോണിയും കൂടി ഒരു ഫൈറ്റ് നടക്കുന്നു. അതിന്റെ അവസാനം ടോണിയും ക്യാപ്റ്റനും തല്ലി പിരിയുവാണ്. ക്യാപ്റ്റനും സാം ഒളിവിൽ പോയി. ക്യാപ്റ്റന്റെ ഷീൽഡ് അദ്ദേഹം ഉപേക്ഷിച്ചു. ഇതിന്റെ ഇടയ്ക്ക് സിവിൽ വാറിൽ ബക്കിയെ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് രണ്ട് അവെഞ്ചേഴ്സും തമ്മിൽ മെയിൻ ആയിട്ട് വലിയ അടിപിടി ഉണ്ടാവുന്നത്. അവെഞ്ചേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേര് തമ്മിൽ തല്ലി ചാവുന്നത് നോക്കി സിമോ അവിടെ വന്നിരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പാന്തർ അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. സിമോയാണ് തന്റെ അച്ഛൻ ടിച്ചാക്കയെ കൊന്നതെന്നും അവെഞ്ചേഴ്സിനെ തല്ലിപ്പിരിക്കാൻ വേണ്ടി സിമോയുടെ പ്ലാൻ ആണിതെന്നൊക്കെ ടിച്ചാലയ്ക്ക് മനസ്സിലായി. സിമോ ഒരിക്കൽ കൂടി തന്റെ വൈഫിന്റെ പണ്ടയച്ച വോയിസ് മെയിൽ കേൾക്കുവാണ്. എന്നിട്ട് അവന്റെ പ്ലാൻ നടപ്പിലായ സന്തോഷത്തോടെയും പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കപ്പെട്ടതോടെയും അവൻ സ്വയം വെടിവെച്ച് മരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ബ്ലാക്ക് പാന്തർ ഈ വട്ടം അദ്ദേഹത്തിന്റെ പ്രതികാര മനോഭാവത്തെ മാറ്റി നിർത്തി. എന്നിട്ട് സിമോയെ സ്വയം മരിക്കുന്നതിൽ നിന്ന് തടയുന്നു. സിമോയെ ജയിലിലേക്ക് വിടുന്നു. ജയിലിൽ വെച്ച് സിമോ അവന്റെ മരണത്തെ കാത്തിരിക്കുവാണ്. അതിനിടയ്ക്ക് ജനറൽ എവർട്രോസ് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പ്ലാനൊക്കെ പാളിപ്പോയല്ലേ, ഇപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ സിമോ ചിരിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ചോദിക്കുന്നത്, എന്റെ പ്ലാൻ വിജയിച്ചില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പാണോ? സിമോ അങ്ങനെ ചോദിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായോ? അവന്റെ പ്ലാനിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. അവെഞ്ചേഴ്സ് തന്നെ ഇല്ലാതെയായി. ക്യാപ്റ്റനും ടോണിയും രണ്ട് വഴിക്കായി. ക്യാപ്റ്റനും സാമും ക്യാപ്റ്റൻ ജയിലിൽ നിന്ന് രക്ഷിച്ച മറ്റുള്ളവരും ക്യാപ്റ്റന്റെ കൂടെ ഒളിവിപ്പോയി. ഇതൊക്കെ കാരണം താനോസ് ഭൂമിയിലേക്ക് വന്ന സമയത്ത് അവിടെ അവെഞ്ചേഴ്സ് എന്ന് പറയുന്ന ടീമേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനും പറ്റിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സിമോ എന്ന് പറയുന്ന വെറും ഒരു മനുഷ്യനായ ബുദ്ധിരാക്ഷസന്റെ കഴിവ്, ഇതാണ് അവനെ ഒരു മികച്ച വില്ലനാക്കി മാറ്റുന്നത്. ഞാൻ സിമോയുടെ ബാക്ക് സ്റ്റോറി പറഞ്ഞപ്പോ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും. പല ചെറിയ ചെറിയ ഡീറ്റെയിൽസിൽ കൂടെയാണ് സിമോ തന്റെ പ്ലാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് സംശയം ഉണ്ടാക്കിക്കുക, ചിലർ അവന്റെ പിന്നാലെ വരുത്തിക്കുക, ഇതൊക്കെ നടക്കുന്നത് സിമോയുടെ പ്ലാൻ വഴിയാണ്. അവരിത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും സിമോയുടെ പ്ലാൻ നടന്നിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള സിമോയെയാണ് ബക്കി ഇപ്പൊ പുറത്തിറക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായിട്ട് സിമോ ബക്കിയെയും സാമിനെയും കൊണ്ട് അവന്റെ ഒരു കാർ ഗാരേജിലേക്ക് പോവാണ്. ഇത് തലമുറകളായിട്ട് അവന് കൈമാറി കിട്ടിയിരിക്കുന്ന റോയൽ ആയിട്ടുള്ള വില പിടിച്ച കാറുകളുടെ ഒരു ശേഖരമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവൻ സോക്കോവിയയിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാ. സിമോ ഒടുക്കത്തെ റിച്ചാണ്. സിമോ ഇത്രയ്ക്ക് പണക്കാരനായിരുന്നു എന്ന് വിചാരിച്ച് സാം അന്തം വിടുന്നുണ്ട്. സിമോക്ക് ഏറെ പ്രിയപ്പെട്ട അവന്റെ ഒരു മാസ്കും അവൻ കയ്യിലെടുക്കുന്നുണ്ട്. അവൻ സോക്കോവിയൻ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന് പ്രിയപ്പെട്ട ഒരു മാസ്ക് ആയിരിക്കും ഇത്. സിമോ പറയാൻ തുടങ്ങി, കുറെ വർഷങ്ങൾക്ക് മുൻപ്
സ്റ്റീവിനെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കാൻ വേണ്ടി ഡോക്ടർ എർസ്കിൻ ഒരു സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കി. ഒരുപാട് പേരെ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഹൈഡ്രയും ശ്രമിച്ചു. ഹൈഡ്ര അതിനുവേണ്ടി ഒരുപാട് സയന്റിസ്റ്റുകൾ ഏർപ്പാടാക്കി. ചിലരൊക്കെ ചെറിയ രീതിയിൽ വിജയിച്ചു. പക്ഷെ ആർക്കും ഒറിജിനൽ സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് അതിന്റെ കുറച്ചെങ്കിലും അടുത്ത് വന്നത് ഹോട്ട് സ്റ്റാർക്ക് ഉണ്ടാക്കിയ സൂപ്പർ സോൾജർ സെറമാണ്. എന്തൊക്കെയായാലും ഹൈഡ്ര അതിനു വേണ്ടി ഏറ്റെടുത്ത സയന്റിസ്റ്റുകളെയൊക്കെ ഞാൻ കൊന്നുകളയാൻ ശ്രമിക്കാറുണ്ട്. വിന്റർ സോൾജേഴ്സിനെയും ഞാൻ കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഇനിയും സൂപ്പർ സോൾജേഴ്സ് ഇവിടെ കറങ്ങി നടക്കുവാണ്. ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു പണി ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് സൂപ്പർ സോൾജേഴ്സ് സെറത്തിനെയും സൂപ്പർ സോൾജേഴ്സിനെയും നമുക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. അതിന് നമുക്ക് ആദ്യം പോകേണ്ടത് ഈ നിയമമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ്. കുറ്റവാളികളുടെ കേന്ദ്രമായ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കറ്റ് ആയിട്ടുള്ള മാദ്രിപൂറിലേക്ക്. അവിടെ ചെന്ന് സെൽബി എന്ന് പറയുന്ന ഒരുത്തിയെ കാണണം. എനിക്ക് അവളെ പരിചയമുണ്ട്. നമുക്കിപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. അങ്ങനെ പറഞ്ഞ് സെൽബിയെ കാണാൻ മാദ്രിപൂർ എന്ന് പറയുന്ന ബ്ലാക്ക് മാർക്കറ്റിലേക്ക് സിമോ അവരെയും കൊണ്ട് പോവാണ്. ഇവർക്ക് പോകാൻ വേണ്ടി സിമോ ഒരു പ്രൈവറ്റ് ജെറ്റ് വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സിമോ, നീ ഇത്രയും വലിയ പണക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇത്രയും റിച്ച് ആയിരുന്നു. സാം, എന്റെ പേര് ബാരൺ സിമോ എന്നാണ്. ബാരൺ എന്ന് പറഞ്ഞ സോക്കോവയിലെ പ്രഭു കുടുംബമാണ്. നിങ്ങളൊക്കെ വന്ന് സോക്കോവയെ നശിപ്പിക്കുന്നത് വരെ ഞങ്ങളുടെ കുടുംബ പേരൊക്കെ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ കുടുംബമില്ല, പക്ഷെ പൈസ ഇപ്പോഴും കയ്യിലുണ്ട്. ഈ സമയത്ത് സിമോയെ സ്വീകരിക്കാൻ വേണ്ടി അവന്റെ മാനേജർ എന്നൊക്കെ പറയാൻ പറ്റുന്ന സിമോയുടെ സഹായിയായിട്ടുള്ള പണ്ട് തൊട്ടേയുള്ള ഒരു സുഹൃത്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഓസ്നിക് എന്നാണ് ഇയാളുടെ പേര്. അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു പ്രൈവറ്റ് ജെറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്നിക് അവർക്ക് കുടിക്കാൻ വേണ്ടി വൈനൊക്കെ കൊണ്ടുകൊടുത്തു. എത്ര നാളായി എന്റെ സാറിനെ ഒന്ന് കണ്ടിട്ട്. സാറ് ജയിലിൽ പോയി കഴിഞ്ഞ് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇപ്പോഴെങ്കിലും സാറിനെ കാണാൻ പറ്റിയല്ലോ ഓസ്നിക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. എല്ലാം എന്റെ ചെലവ്. ഇതിനിടയ്ക്ക് സിമോ ബക്കിയുടെ ഡയറി കയ്യിലെടുക്കുന്നുണ്ട്. ഇത് ബക്കി അവിടെ ടേബിളിൽ വെച്ചപ്പെടുത്തതാണോ അല്ലെങ്കിൽ ബക്കിയുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ എന്ന് അറിയില്ല. എന്തായാലും സിമോ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. ബക്കി എന്തൊക്കെയാ ഇതിൽ എഴുതിയിരിക്കുന്നത്? കുറെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ടല്ലോ. ആരാ ബക്കി? നാക്കാജിമ. ബക്കിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവൻ വന്ന് സിമോയുടെ കുത്തിന് പിടിക്കുവാണ്. സിമോ, ഇനി മേല നീ എന്റെ വല്ല സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ. പ്രത്യേകിച്ച് എന്റെ ഡയറി തൊട്ടേക്കരുത്. ഓക്കെ മാൻ, ഐ എം സോറി. ഞാൻ ചുമ്മാ വായിച്ചു നോക്കിയെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാര്യം എനിക്ക് മനസ്സിലായി. നീ പണ്ട് വിന്റർ സോൾജർ ആയിരുന്നപ്പോ ആരോടൊക്കെയോ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്. നീ അറിഞ്ഞിട്ടല്ലെങ്കിലും നിനക്ക് അതിനെ പറ്റി കുറ്റബോധമുണ്ട്. അവരുടെ പേരിൽ എഴുതി വെച്ചേക്കുന്നത് ആണെങ്കിൽ നിനക്കെന്താ കുഴപ്പം? അത് വിട്ടേക്ക്. ആക്ച്വലി സ്റ്റീവിന്റെ കയ്യിൽ ഇതുപോലെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റീവ് ആദ്യമായിട്ട് കണ്ടപ്പോ അതിൽ കുറെ ഇതുപോലെയുള്ള പേരുകളും സ്റ്റീവിന് കാണേണ്ട സിനിമകളും പാട്ടുകളും ഒക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചില പാട്ടൊക്കെ സജസ്റ്റ് ചെയ്തു, പ്രത്യേകിച്ച് മൈക്കിൾ ജാക്സന്റെ പാട്ടൊക്കെ. പക്ഷെ എനിക്ക് 1940-കളിലെ മ്യൂസിക് ഇഷ്ടം. ഞാൻ മൈക്കിൾ ജാക്സന്റെ പാട്ടൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. മൈക്കിൾ ജാക്സന്റെ പാട്ട് നീ കേട്ടിട്ടില്ലേ? നീ വലിയൊരു നഷ്ടമാണ് വരുത്തിയിരിക്കുന്ന ബക്കി. സമയമുള്ളപ്പോ കേട്ടുനോക്ക്. എന്ത് നല്ല പാട്ടുകളാ. സിമോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ സിമോ പറയുന്നതിലും കാര്യമുണ്ട്. മൈക്കിൾ ജാക്സന്റെ പോലെ വേറെ ആരുമില്ല. പ്രത്യേകിച്ച് സ്റ്റീവിനൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്റ്റീവിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. സ്റ്റീവിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. സ്റ്റീവിനെ പോലെയുള്ള സൂപ്പർ സോൾജിയേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സമൂഹത്തിന് ഡേഞ്ചർ ആണ്. സിമോ, സ്റ്റീവിനെ പറ്റി പറയുമ്പോൾ നീ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വേടിച്ചു കൂട്ടും. നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതല്ല. മനുഷ്യർക്ക് പകരം സൂപ്പർ സോൾജിയേഴ്സ് അമേരിക്കയുടെ പ്രതീകങ്ങളായി മാറുകയാണ്. അമേരിക്കയുടെ സിംബൽസ്, ഐക്കൺസ്, അമേരിക്കയുടെ താരങ്ങൾ. പക്ഷേ ഈ പറയുന്ന ഹീറോസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ലല്ലോ. എത്ര നഗരങ്ങൾ വീഴുന്നു, എത്ര പേർ മരിക്കുന്നു, എത്ര യുദ്ധങ്ങൾ നടക്കുന്നു. ഇതുപോലെ സൂപ്പർ സോൾജർ ആവാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് എല്ലാവരും ഭയന്ന് വരച്ച റെഡ് സ്കൾ ഉണ്ടായത്. റെഡ് സ്കളിനെ തോൽപ്പിക്കാൻ ക്യാപ്റ്റൻ അമേരിക്ക പോയി. അതിനെ തുടർന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയോ? ഇനിയും റെഡ് സ്കളിനെ പോലെയുള്ള സൊസൈറ്റിക്ക് അപകടം ഉണ്ടാക്കുന്ന ആളുകൾ നമ്മൾക്ക് വേണ്ട. ഓക്കെ സിമോ, നമ്മളിപ്പോ പോകാൻ പോകുന്ന ഈ മാദ്രിപൂർ ഉണ്ടല്ലോ, ശരിക്കും എന്തിനാണ് അവിടേക്ക് പോകുന്നത്? അവിടേക്ക് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അവിടെ നിയമങ്ങളില്ല, അവിടെ പോലീസില്ല, അവിടെയുള്ളത് ക്രിമിനൽസും ബ്ലാക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ മറിച്ചു വിൽക്കുന്നവരുമാണ്. അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. നമ്മൾക്ക് തേടി നടക്കുന്ന വിവരങ്ങൾ പോലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞ സെൽബിയെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പിന്നെ അവിടേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് അവിടേക്ക് കയറി ചെല്ലാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ആയിട്ട് മാറണം. പിന്നെ ബക്കി, നീ വേറെ ആരുമായിട്ടും മാറണ്ട. നീ വിന്റർ സോൾജർ ആയിട്ട് അഭിനയിച്ചാൽ മതി. നിന്നെ അവിടെ വിൽക്കാനാണ് ഞാൻ കൊണ്ടുവന്നതെന്നും നീ എന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് വരും. സോ നമ്മളാർക്കും സംശയം തോന്നില്ല. നീ ഓക്കെ അല്ലേ? എന്തായാലും വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബക്കി ഇതിന് സമ്മതിക്കുവാണ്. സീൻ ചേഞ്ച് ആവുന്നു. അടുത്ത സീൻ കാണിക്കുന്നത് ലാറ്റ്വിയയിലുള്ള GRCയുടെ ഒരു ക്യാമ്പാണ്. അവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. നമ്മളുടെ കാറിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നു. അവിടെ അവൾക്ക് പ്രിയപ്പെട്ട ഒരു ലേഡി മരിക്കാൻ വേണ്ടി കിടക്കുവാണ്. ഇവരുടെ പേരാണ് ഡോണിയ മദാനി. ഈ മദാനി ചെറുപ്പം തൊട്ടേ കാർലിയെ നോക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ സ്നാപ്പ് നടന്ന എല്ലാവരും മാഞ്ഞു പോയല്ലോ, ആ സമയത്തൊക്കെ കാർലിയെയും അവളുടെ കൂടെയുള്ള പലരെയും നോക്കി വളർത്തി വലുതാക്കിയത് ഈ മദാനിയാണ്. മദാനി ക്ഷയരോഗം ബാധിച്ച് ഇപ്പൊ മരണത്തിന്റെ വക്കിലെത്തി. ആവശ്യമുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കാർലിയും ടീമും കൂടി ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം തുടങ്ങിയത് പോലും. അങ്ങനെ കാർലി അവളുടെ വളർത്തമ്മയായിട്ടുള്ള മദാനിയുടെ അടുത്ത് ചെന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അവൾ അവസാനമായിട്ട് അവരുടെ മുഖത്തൊരു ചുംബനം നൽകുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ മരിച്ചു പോകുന്നു. ഇത് കാർലിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല.
ഇപ്പൊ സിമോയും ബക്കിയും സാമും കൂടി മാദ്രിപൂറിലേക്ക് കടന്നു. സിമോ ഒരു റിച്ച് ആയിട്ടുള്ള ആളുടെ വേഷത്തിലാണ് വരുന്നത്. ആക്ച്വലി സിമോ റിച്ച് തന്നെയാണ്. നമ്മളുടെ ബക്കി ആണെങ്കിലോ വിന്റർ സോൾജറിനെ പോലെ അഭിനയിച്ചുകൊണ്ടാണ് വരുന്നത്. സാം ആണെങ്കിലോ കണ്ടാൽ അവനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു റിച്ച് ആയിട്ടുള്ള ആളുണ്ട്. ദ സ്മൈലിംഗ് ടൈഗർ എന്നാണ് അയാളെ വിളിക്കാറുള്ളത്. അയാളുടെ വേഷം എടുത്തിട്ടാണ് സാം വരുന്നത്. പക്ഷെ ഡ്രസ്സൊക്കെ ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട് സാമിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്താ സിമോ ഇത്? എന്നെ കണ്ട ഈ ഫോട്ടോയിൽ കാണുന്നവന്റെ പോലെ ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെ, പക്ഷെ ഇതുപോലെയുള്ള കോമാളി വേഷം എന്നിട്ട് എനിക്ക് നടക്കാൻ വയ്യ. സാം പ്ലീസ്, കാണാൻ നിന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തനുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കടക്കാം. നീ അതിനെപ്പറ്റി ആലോചിക്കും. പിന്നെ നീ ഒരു റിച്ച് ആയിട്ടുള്ള ആളെ പോലെ വേണം പെരുമാറാൻ. ഒരു തരത്തിലും അവർക്ക് സംശയം തോന്നാൻ പാടില്ല. ബക്കി, നീയോ അതെ, നീ വിന്റർ സോൾജർ ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പോഴും. നീ എന്റെ കൺട്രോളിലാണ്. അതുപോലെ വേണം നീ അഭിനയിക്കാൻ. മാദ്രിപൂരിൽ ഹൈ ടൗൺ എന്നും ലോ ടൗൺ എന്നും പറയുന്ന രണ്ട് സൈഡുകളുണ്ട്. ഹൈ ടൗണിലാണ് വളരെ പണക്കാരായ ആളുകൾ താമസിക്കുന്നത്. ലോ ടൗണിൽ അത്ര പണക്കാരല്ലാത്ത കുറെ ലോക്കലായിട്ടുള്ള ആളുകളാണുള്ളത്. നമുക്ക് ലോ ടൗണിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. അല്ല സിമോ, നിനക്ക് ഹൈ ടൗണിലെ ആൾക്കാർ പരിചയമൊന്നുമില്ലേ? സാം ഇങ്ങനെ ചോദിക്കുന്ന കേട്ട് സിമോ ചിരിക്കുന്നുണ്ട്. ആക്ച്വലി സിമോക്കും കുടുംബത്തിനും ഒക്കെ ഹൈ ടൗണിലുള്ള ആളുകളായിട്ടായിരിക്കും കൂടുതൽ പരിചയം പോലും. അവർക്ക് വേണ്ടി അവിടെ കാർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും സിമോ നേരത്തെയുള്ള പരിചയം വെച്ച് പറഞ്ഞുറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നത്. കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റും കുറെ ബൈക്കുകൾ വന്ന് നിരക്കാൻ തുടങ്ങി. ഈ ബൈക്കുകളൊക്കെ ഉള്ളിയിരിക്കുന്ന ഒരു കുഴപ്പക്കാരെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി കൂടെ വരുന്ന ബൈക്കുകളാണ്. അവരുടെ കയ്യിലൊക്കെ തോക്കും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവർ 3 പേരും മാദ്രിപൂറിലെ ലോ ടൗണിലേക്ക് കടന്നു ചെല്ലുവാണ്. അവിടെ കുറെ പേര് ചീട്ട് കളിക്കുന്നുണ്ട്, കുറെ പേര് കുടിച്ചുല്ലസിക്കുന്നുണ്ട്, കുറെ പേര് കുറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതും മെയിൻ ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ബ്ലാക്ക് മാർക്കറ്റിൽ മാത്രം കിട്ടുന്ന സാധനങ്ങൾ. അവിടെ ഒരു ചുമരിൽ പവർ ബ്രോക്കർ ഈസ് വാച്ചിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പേര് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടിട്ടുണ്ടോ? പവർ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് കാർലി എന്തോ അടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിന്റെ ദേഷ്യം തീർക്കാൻ കഴിഞ്ഞ ദിവസം കാർലിയെയും ടീമിനെയും ഉപദ്രവിക്കാൻ വേണ്ടി പവർ ബ്രോക്കറിന്റെ ആളുകൾ വന്നിരുന്നു. ഈ പറയുന്ന മാദ്രിപൂറിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് പവർ ബ്രോക്കർ. അവൻ ആരായാലും പവർ ബ്രോക്കറിന് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പേരുടെ മേലും പവർ ബ്രോക്കറിന്റെ കണ്ണുകൾ ഉണ്ടെന്ന്. ബക്കി കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇത് പേര് കേട്ടാ വിന്റർ സോൾജർ അല്ലേ എന്ന് സംശയം വരുവാണ്. അവരൊക്കെ അത് പറയാൻ തുടങ്ങി. വിന്റർ സോൾജറിനെ പേടിയായതുകൊണ്ട് ആരും അടുത്തേക്ക് വരുന്നില്ല. പിന്നെ സ്മൈലിംഗ് ടൈഗർ എന്ന് പറയുന്ന ആളുടെ അതേ മുഖച്ചായാണ് സാമിന്. അതുകൊണ്ട് സ്മൈലിംഗ് ടൈഗർ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് സാമിനെയും ആർക്കും സംശയം തോന്നില്ല. സിമോയെ പിന്നെ അവിടെയുള്ളതൊക്കെ അറിയാം. പക്ഷെ കഴിഞ്ഞ വട്ടം സിമോ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ബാറിലുള്ള ആള് സംസാരിക്കാൻ തുടങ്ങി. സിമോ, ഇന്ന് നീ സ്മൈലിംഗ് ടൈഗറിന്റെയും വിന്റർ സോൾജറിന്റെയും കൂടെയാണല്ലോ. എന്തോ വലിയ ഡീൽ ഉണ്ടാക്കാനാ വന്നേക്കുന്നതെന്ന് തോന്നുന്നു. ചില ആൾക്കാർ നിന്നെ നോക്കി നടക്കുക. സൂക്ഷിച്ചോ, ഞാൻ സെൽബിയെ കാണാനാണ് വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ നല്ലൊരു ഡീൽ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. ആരെന്റെ കൂടെ വന്നേക്കുന്നെന്ന് കണ്ടല്ലോ, വിന്റർ സോൾജർ. അപ്പോഴാണ് വേറൊരു കോമഡി. ഈ സ്മൈലിംഗ് ടൈഗർ വരുമ്പോഴൊക്കെ ബാറിലുള്ളവൻ സ്മൈലിംഗ് ടൈഗറിന്റെ ഫേവററ്റ് ആയിട്ടുള്ള പാമ്പിനെ ഇട്ടുണ്ടാക്കിയ വാറ്റാണ് കൊടുക്കാറ്. ഈ വട്ടവും അതുപോലെ തന്നെ അയാൾ ഒരു പാമ്പിനെ എടുത്ത് മുറിച്ച് അത് വെച്ചുണ്ടാക്കുന്ന ഒരു വാറ്റ് സാമിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നിന്റെ ഫേവററ്റ് അല്ലേ, കുടിച്ചോളം പറയുന്നു. സാമിന് ഇത് കണ്ടിട്ട് വാള് വയ്ക്കാൻ വന്നു. പക്ഷെ സിമോ പറഞ്ഞതുപോലെ ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ പണി പാളും. സാം എന്താ കുടിക്കാതെ നിൽക്കുന്നതെന്ന് ബാറിലുള്ള ആൾക്ക് തോന്നുന്നുണ്ട്. സിമോ സാമിനെ നോക്കി ഇപ്പൊ ഇത് കുടിച്ചില്ലെങ്കിൽ ലൈഫിൽ ഇനി വേറെ ഒന്നും കുടിക്കേണ്ടി വരില്ലെന്ന് സ്വകാര്യമായിട്ട് പറയുന്നു. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് സാം ആ പാമ്പിനെ മാറ്റിയത് അങ്ങോട്ട് കുടിക്കുവാണ്. പാവം സാമിന്റെ കൂമ്പ് വാടിപ്പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ബക്കി ചിരി അടക്കി പിടിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഏതോ ആൾ വന്ന് നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നത് നല്ലതെന്ന് സിമയോട് പറയുന്നു. സിമോ പേടിക്കാതെ അയാളോട് പറയാൻ തുടങ്ങി. നിന്റെ പുതിയ ഹെയർ കട്ട് കൊള്ളാലോ. എനിക്ക് പവർ ബ്രോക്കറായിട്ട് ഒരു ബിസിനസ് ഉണ്ട്. പവർ ബ്രോക്കറിനോട് വേണമെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറ. ഇനി അതിനെ പറ്റില്ലെങ്കിൽ സെൽബി വിട്ടാലും മതി. ശരിക്കും അറിയും പവർ ബ്രോക്കർ. പവർ ബ്രോക്കർ ആരെന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യത്തിനും ഒരു രാജാവ് ഉണ്ടാവല്ലോ. ഈ മാദ്രിപൂറിന്റെ ഇവിടുത്തെ രാജാവും മന്ത്രിയും പോലീസും എല്ലാം പവർ ബ്രോക്കറാണ്. അവന്റെ അറിവില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അവനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവർ ജീവിച്ചിരിക്കാനും പോകുന്നില്ല. എന്താ സിമോ, നിനക്ക് പവർ ബ്രോക്കറിനെ അറിയോ? അവനെ എനിക്ക് അറിയില്ല. അവനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും ആളിവിടെ ഭയങ്കര പവർഫുൾ ആണ്. ഈ സമയത്ത് സിമോയുടെ അടുത്ത് ചില ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണ്. സിമോ ഒന്നും നോക്കിയില്ല. ബക്കിയുടെ അടുത്ത് അറ്റാക്ക് എന്ന് പറയുന്നു. വിന്റർ സോൾജർ സിമോയുടെ കൺട്രോളിലാണെങ്കിൽ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒന്നും നോക്കാതെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. സോ വിന്റർ സോൾജർ ആയിട്ട് ബക്കി അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ബക്കി ഇപ്പൊ അറ്റാക്ക് ചെയ്തേ പറ്റൂ. ബക്കി ഒന്നും നോക്കിയില്ല. അങ്ങോട്ട് വരുന്ന എല്ലാവരെയും പിടിച്ച് പഞ്ഞിക്കിടാൻ തുടങ്ങി. അവന്റെ വൈബ്രേനിയം കൈയുടെ ടേസ്റ്റ് എല്ലാവരും അറിയാൻ തുടങ്ങി. ബക്കി പഴയ വിന്റർ സോൾജറിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാമിന് ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. ഇനി എങ്ങാനും പഴയ വിന്റർ സോൾജർ തിരിച്ചു വന്നാലോ? സാം, ബക്കിയുടെ ഫൈറ്റ് കണ്ടില്ലേ? പഴയ വിന്റർ സോൾജറിനെ പോലെ ഇടിക്കാനായിട്ട് അവൻ ഇപ്പോഴും ഒരു മടിയില്ല. ഈ സമയത്ത് സാം ചെറുതായിട്ട് പരിഭ്രമിക്കുന്നുണ്ട്. സാം, നീ നിന്റെ ക്യാരക്ടറിൽ തന്നെ ഇരിക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ പണിയാവും. എന്തായാലും സിമോ പറയുന്നത് കേട്ട് വിന്റർ സോൾജർ ഇങ്ങനെ ഇടിക്കുന്ന കണ്ടപ്പോ ഈ കാര്യം ചിലർ സെൽബിയെ അറിയിച്ചു. അപ്പൊ സെൽബി ഇവരെ 3 പേരെയും വിളിപ്പിക്കുവാണ്. ഒരു പക്ഷെ ഇതൊരു ടെസ്റ്റ് ആയിരുന്നിട്ടുണ്ടാവും. ശരിക്കും ഇത് വിന്റർ സോൾജർ തന്നെയാണോ? അവൻ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ
പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സെൽബി നടത്തിയ ഒരു ടെസ്റ്റ്. എന്തായാലും ബക്കി ഇടി നിർത്തി. ഈ സമയത്ത് സാം പേടിയോടെ ബക്കിയോട് ചോദിക്കുന്നുണ്ട്, ബക്കി നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയത്ത് ബക്കി ഒന്നും പറയാൻ നടക്കുന്നു. ഇനി എങ്ങാനും ബക്കിയുടെ ഉള്ളിൽ നിന്ന് പഴയ വിന്റർ സോൾജർ പുറത്ത് വരുന്നുണ്ടോ ഇതോർത്ത് ശരിക്കും സാം ടെൻഷനായി. അങ്ങനെ അവർ 3 പേരും കൂടി സെൽബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സെൽബിയും ഇവിടുത്തെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ പവർ ബ്രോക്കറിന്റെ കീഴി മാത്രം. മിസ്റ്റർ ബാരൻ സിമോ, കഴിഞ്ഞ വട്ടം നീ ഇവിടെ വന്നിട്ട് പോയപ്പോ ഞങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ട് പോയത്. നിന്നൊന്ന് കൈ കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നിന്റെ കയ്യില് എന്തോ നല്ലൊരു ഓഫർ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത്. നീ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്? സെൽബി, നീ പറഞ്ഞത് ശരിയാ, ഒരു നല്ല ഓഫറും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ദ വിന്റർ സോൾജർ. പിന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ സമയത്ത് സെൽബി സാമിന് നേരെ തിരിയുവാണ്. സ്മൈലിംഗ് ടൈഗർ, വന്നിട്ട് കുറച്ച് നാളായല്ലോ, ഞാൻ നിന്നെ പേഴ്സണലി കണ്ടിട്ടില്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും ഹൈറ്റ് ഉണ്ട് നിനക്ക്. അപ്പൊ പറ സിമോ, എന്താ നിന്റെ ഓഫർ? നിനക്ക് എന്താ വേണ്ടത്? എന്റെ ഓഫർ എന്താന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന വിന്റർ സോൾജർ എന്ന് പറയുന്ന ആയുധത്തിനെയും ഇവനെ കൺട്രോൾ ചെയ്യാനുള്ള കോഡ് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവനെ വെച്ച് എന്തും ചെയ്യാം. തിരിച്ചൊന്നും പറയാതെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഇവൻ ചെയ്യും. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് വേണ്ടത് സൂപ്പർ സോൾജർ സഹത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങളൊക്കെ എന്നോട് പറയണം. ഹോ സിമോ, നീ പണ്ടും ഇപ്പോഴും ഓഫറുകൾ വെക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. നീ ചോദിച്ച കാര്യത്തിനെ പറ്റി ഞാൻ പറയാം. സൂപ്പർ സോൾജർ സെറും ഇപ്പൊ മാദ്രിപൂരിലുണ്ട്. അതുണ്ടാക്കുന്ന ഒരു സയന്റിസ്റ്റ് ഇവിടെ ഉണ്ട്, ഡോക്ടർ വിൽഫ്രഡ് നേഗൽ. പവർ ബ്രോക്കറാണ് ആ സയന്റിസ്റ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും സൂപ്പർ സോൾജർ സെറും ഉണ്ടാക്കാൻ പറഞ്ഞതും. പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആയില്ല, കുറെ പ്രശ്നങ്ങളുണ്ടായി. ഈ പറയുന്ന സയന്റിസ്റ്റ് ഡോക്ടർ വിൽഫ്രഡ് നേഗൽ ഇപ്പോഴും മാദ്രിപൂരിലുണ്ടോ? ഹോ മാൻ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റും. ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ നീ വിന്റർ സോൾജറിനെ എനിക്ക് തരേണ്ടി വരും. പിന്നെ ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ എന്റെ സഹായമില്ലാതെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റത്തുമില്ല. ഈ സമയത്ത് സാമിന്റെ ഫോൺ റിംഗ് ചെയ്യുവാണ്. എന്തായാലും റിംഗ് ടോൺ കേട്ടപ്പോ തന്നെ സെൽബിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. സാറയാണ് അവന് വിളിക്കുന്നത്. സാം ചെറുതായിട്ട് പരിഭ്രമിക്കാൻ തുടങ്ങിയപ്പോ സെൽബി ഫോൺ എടുത്ത് അത് സ്പീക്കറിൽ ഇടാൻ പറയുവാണ്. അവിടേക്ക് ആൾക്കാർ തോക്കും കൊണ്ട് വരാൻ തുടങ്ങി. സാം അതുപോലെ തന്നെ ചെയ്തു. പക്ഷെ അവൻ ഇപ്പോഴും റിച്ച് ആയിട്ടുള്ള സ്മൈലിംഗ് ടൈഗറിനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഹലോ സാറോ, എന്തൊക്കെയുണ്ട് വിശേഷം? സാം, ഞാൻ വിളിച്ചതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായി? ആ 100 കോടിയുടെ ഡീലാണോ? അത് ഞാൻ നാളെ തന്നെ അയക്കാം, QR കോഡ് ഇട്ടേക്ക്. സാം, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ബാങ്ക് ലോണിന്റെ കാര്യം ചോദിക്കുന്നേ, അതെന്തായി? ബാങ്ക് ലോണിന്റെ കാര്യോ? ഓ, ബാങ്കിന് നമ്മൾ ലോൺ കൊടുക്കുന്ന കാര്യമാണോ? ബാങ്കുകാരോട് പേടിക്കണ്ടെന്ന് പറ. നിനക്ക് വട്ടായോ സാം? ഇവിടെ ബോട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, വീടാണെങ്കിൽ ജപ്തി. അതിനിടയ്ക്ക് നീ തമാശ പറയുന്നു. ഞാൻ ഫോൺ വയ്ക്കുക. ഇങ്ങനെ പറഞ്ഞ് സാറ ഫോൺ വയ്ക്കുവാണ്. എന്തായാലും സാമിന്റെ പേര് കേട്ടപ്പോ സെൽബിക്ക് മനസ്സിലായി ഇതെന്തോ പണിയാന്ന്. സെൽബി ഉടനെ തന്നെ അവരെ വെടിവെച്ച് കൊല്ലാൻ പറയുവാണ്. പക്ഷെ പെട്ടെന്ന് സെൽബി ആരോ വെടിവെക്കുന്നു. സെൽബി മരിച്ച് താഴെ വീണു. ആരെ വെടിവെച്ചതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. എന്തായാലും ഇനി ഇവിടെ നിന്നാ ഇവരുടെ നെഞ്ച് തോട്ട വീഴും. സെൽബി ആരോ വെടിവെച്ച് കൊന്നിട്ട് ആ കുറ്റം ഇവരുടെ 3 പേരുടെയും തലയിലിടാൻ നോക്കുവാണ്. ആരാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. മാദ്രിപൂരിലുള്ള ആളുകളുടെ ഫോണിലേക്ക് സെൽബിയെ കൊന്നവരെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നു. സോ ഇവരുടെ 3 പേരുടെയും തലയ്ക്ക് ഇപ്പൊ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാൻ വേണ്ടി ആളുകൾ പിന്നാലെ വരുവാണ്. കുറച്ചുപേരെ കിടിച്ചിട്ട് ഇവർ പുറത്തു കിടന്നു. അപ്പൊ കുറെ പേര് ഇവര് വെടിവെച്ചിട നോക്കുന്നു. ഒരു തരത്തിൽ ഇവർ അതിൽ നിന്നൊക്കെ മാറി ഒരു ഇടവഴിയിലേക്ക് കടന്നു. പക്ഷെ കുറെ പേര് ബൈക്കിൽ ഇവർ ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. പെട്ടെന്ന് ഇവർ ആക്രമിക്കാൻ വേണ്ടി വരുന്ന മാദ്രിപൂരിലുള്ള ആളുകളെ ആരോ വെടിവെച്ച് കൊന്നു കളയുന്നു. ആരോ ഇവരെ 3 പേരും രക്ഷിക്കുന്നുണ്ട്. അതാരായിരിക്കും നോക്കി നിൽക്കുമ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നത്. അത് ഷാരോൺ കാർട്ടർ ആയിരുന്നു. ഷാരോൺ കാർട്ടറാണ് ഇവരെ കൊല്ലാമെന്നവരെ വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ഇപ്പൊ ഷാരോൺ കാർട്ടറിനെ കാണുമ്പോൾ എന്താണ് സംഭവം എന്ന് ചിലർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് അത് നോക്കണം. ഇതിന് ഒരുപാട് സമയം എടുക്കില്ല, എന്നാലും ഞാൻ പറയാം. ക്യാപ്റ്റൻ അമേരിക്കയുടെ ലവറായിരുന്ന പെഗി കാർട്ടറിന്റെ ഗ്രേറ്റ് നീസാണ് ഷാരോൺ കാർട്ടർ. അതിനൊറ്റ വാക്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം. എന്തായാലും ബന്ധം പറഞ്ഞു വരുമ്പോൾ പെഗി കാർട്ടറിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, മൈക്കൽ കാർട്ടർ. ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന സീരീസ് കണ്ടപ്പോൾ മൈക്കൽ കാർട്ടറിനെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. ഏജന്റ് കാർട്ടർ കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സീരീസ് എക്സ്പ്ലെയിൻ അമിത് എന്ന് പറയുന്ന ചാനൽ ഇട്ടിട്ടുണ്ട്. എപ്പിസോഡ് 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ പെഗിയുടെ സഹോദരനായിട്ടുള്ള മൈക്കൽ കാർട്ടറിന് ഒരു മകനുണ്ട്. ആ മകന്റെ മകളാണ് ഷാരോൺ കാർട്ടർ. ഇപ്പൊ ബന്ധം മനസ്സിലായല്ലോ. കുട്ടിക്കാലം തൊട്ടേ പെഗ്ഗിയുടെ സാഹസിക കഥകൾ കേട്ട് ഷാരണിനും ഇങ്ങനെ ഷീൽഡുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര ആവേശം തോന്നി. ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത ഒരാളായിരുന്നു പെഗ്ഗി കാർട്ടർ. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഏജന്റ് 13 എന്ന പേരിൽ ഷാരോൺ കാർട്ടർ ഷീൽഡിന് വേണ്ടി വർക്ക് ചെയ്യുവാണ്. സ്റ്റീവ് റോജേഴ്സിനെ മഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ് നിക് ഫ്യൂറി ഷാരോൺ കാർട്ടറിനോട് ഒരു കാര്യം പറയുന്നു. സ്റ്റീവ് അറിയാതെ ഒരു നേഴ്സാണെന്ന് പറഞ്ഞ് സ്റ്റീവിന്റെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് വന്ന് താമസിക്കുക, എന്നിട്ട് സ്റ്റീവിനെ നിരീക്ഷിക്കുക. ഷാരോൺ കാർട്ടർ അതുപോലെ തന്നെ ചെയ്തു. അവളും സ്റ്റീവ് ഇടയ്ക്ക് കാണാറുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇഷ്ടം വന്നെന്നും പറയാം. ഇതിന്റെ ഇടയ്ക്കാണ് നിക് ഫ്യൂറി ഷീൽഡിന്റെ ഉള്ള ഹൈഡ്രയെ കണ്ടുപിടിക്കുന്നത്. സോ ഹൈഡ്രയുടെ ആളുകൾ വിന്റർ സോൾജറിനെ വിട്ട് നിക് ഫ്യൂറിയെ കൊല്ലാൻ പറയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന നിക് ഫ്യൂറി ക്യാപ്റ്റന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചാണ് സ്റ്റീവ് ഒരു കാര്യം തിരിച്ചറിയുന്നത്. ഷീൽഡിന്റെ രഹസ്യ ഏജന്റ് ആയിരുന്നു ഷാരോൺ കാർട്ടർ എന്ന്. നിക് ഫ്യൂറി മരിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ മരിച്ചെന്ന് പറഞ്ഞ് ഒളിവിൽ പോയി കഴിഞ്ഞ്, ഷീൽഡിന്റെ ലീഡറായിട്ട് അലക്സാണ്ടർ പിയേഴ്സ് വരുവാണ്. അയാൾ ഒരു ഹൈഡ്രക്കാരനായിരുന്നു. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്ക ശരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു സ്പീച്ച് കൊടുക്കുന്നു. നിക് ഫ്യൂറിയെയും ക്യാപ്റ്റൻ അമേരിക്കയെയും ഷാരോൺ കാർട്ടറിന് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുകയാണ്.
ഹൈഡ്രക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഷീൽഡിന്റെ മറവിൽ അവർ നടത്തിയ പ്രൊജക്ട് ഇൻസൈറ്റ് എന്ന് പറയുന്ന പരിപാടി അത് ലോഞ്ച് ചെയ്യാൻ പോവായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഷാരൺ കാർട്ടർ അത് നിർത്തിക്കുവാണ്. എന്നിട്ട് അവര് ഹൈഡ്ര ഏജൻസിന് നേരെ അവളെ കൊണ്ട് പറ്റുന്ന പോലെ ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ഷീൽഡ് ഇല്ലാതെയായി. അത് കഴിഞ്ഞ് ഷാരൺ കാർട്ടർ CIA ജോയിൻ ചെയ്യുന്നു, അതായത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി. അവിടെ അവൾ അമേരിക്കയ്ക്ക് വേണ്ടി വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഗൺ ഷൂട്ടിംഗിൽ ഷാരൺ കാർട്ടർ ഭയങ്കര എക്സ്പെർട്ട് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഷാരൺ കാർട്ടർ ജോയിന്റ് ടെററിസം ടാസ്ക് ഫോഴ്സിലേക്ക് ജോയിൻ ആയി. മിസ്റ്റർ എവററ്റ് റോസിന്റെ കീഴിലാണ് ഷാരൺ വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് പെഗ്ഗി മരിക്കുന്നു. ആ ചടങ്ങിന് സാമും ക്യാപ്റ്റനും വരുന്നുണ്ട്. അവിടെ വെച്ചാണ് ക്യാപ്റ്റന് മനസ്സിലാവുന്നത് പെഗ്ഗിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ് ഷാരൺ എന്ന്. ആക്ച്വലി ഷാരൺ ഈ കാര്യം മറച്ചു വെച്ചിരുന്നു. കാരണം അത്യാവശ്യം പേരുകേട്ട പെഗ്ഗി കാർട്ടറിന്റെ ബന്ധുവാണ് താനെന്ന് അറിഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് സംസാരങ്ങൾ വരും. ശരിക്കുള്ള തന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ പലരും സമ്മതിക്കില്ല. പെഗ്ഗി കാർട്ടറിന്റെ ബന്ധു ആയതുകൊണ്ടാണ് തനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പലരും പറയും. ഇതൊന്നും ഷാരണിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ സ്വന്തം കഴിവുകൊണ്ട് തനിക്ക് പേരുണ്ടാക്കിയെടുക്കണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. എന്തായാലും പെഗ്ഗിയെ ഷാരൺ അവളുടെ ഒരു ഹീറോയെ പോലെ കണ്ടു ബഹുമാനിച്ചിരുന്നു. അവളും ക്യാപ്റ്റനും കൂടി സംസാരിക്കുന്നു. സോക്കോയി അക്കോർഡ്സിനെ പറ്റി, പ്രത്യേകിച്ച് താൻ എന്തുകൊണ്ട് അതിൽ ഒപ്പുവെക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി ക്യാപ്റ്റൻ ഷാരണിനോട് പറയുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് സോക്കോയി അക്കോർഡ്സിന്റെ UN മീറ്റിംഗിൽ സിമോ ബോംബ് സ്ഫോടനം നടത്തുന്നതും അതിൽ ബക്കിയെ പ്രതിയാക്കുന്നതും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ബക്കിക്കെതിരെ എന്തൊക്കെ നടപടികൾ നടക്കുന്നുണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ തീരുമാനിക്കുന്നതെന്നും ക്യാപ്റ്റനെ രഹസ്യമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നത് ഷാരൺ ആണ്. ഇത് കഴിഞ്ഞ് ബ്ലാക്ക് പാന്തറും സാമും ക്യാപ്റ്റനും ബക്കിയും തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് അവർ പോലീസിന്റെ പിടിയിലായി. അവരെ കൊണ്ടുവരുന്ന സ്ഥലത്ത് ജനറൽ എവററ്റ് റോസും ഷാരൺ കാർട്ടറും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് സിമോ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വേഷം മാറി വരുന്നതും ബക്കിയെ തിരിച്ച് വിന്റർ സോൾജർ ആക്കി മാറ്റുന്നതും. ഷാരൺ കാർട്ടറിനും ഏകദേശം അറിയായിരുന്നു ക്യാപ്റ്റൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന്. ബക്കിയെ ആരൊക്കെയോ ചേർന്ന് കൊടുക്കാൻ നോക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. വിന്റർ സോൾജർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഷാരൺ കാർട്ടർ അവനെ തടയാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ബക്കി അവളെ പഞ്ഞു കിട്ടു. എന്നാലും അവൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് ക്യാപ്റ്റനും സാമും ബക്കി ഒളിവിൽ പോയി. ആ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഷീൽഡും ഫാൽക്കൺ സ്യൂട്ടും ഒക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഷാരൺ കാർട്ടറാണ്. ഇത് ഇല്ലീഗലായിട്ടാണ് ഷാരൺ കാർട്ടർ ചെയ്തത്. അവിടെ വെച്ച് സ്റ്റീവും ഷാരൺ കാർട്ടറും തമ്മിൽ ഒരു കിസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് സാമിനും ബക്കിക്കും സന്തോഷമായി. അവസാനം ക്യാപ്റ്റനും സെറ്റായല്ലോ. സാമും ബക്കിയും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ക്യാപ്റ്റനും നാണമായി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ ഷാരൺ കാർട്ടറിനെ നമ്മൾ ശരിക്കും ഇപ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ MCUവിൽ ഏറ്റവും വെറുപ്പിച്ചതും ക്യാപ്റ്റൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യമാണ് ഈ ഒരു കിസ്. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ഇത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് പറയണം. ചിലപ്പോ ഇവർ തമ്മിൽ റിലേഷൻ ആവുമായിരുന്നു, പക്ഷെ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് ഗവൺമെന്റിനെതിരായിട്ട് പ്രവർത്തിച്ചെന്നുള്ള പേരിൽ അവർ ഷാരണിനെ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി. അങ്ങനെ ഷാരൺ പിടികിട്ടാപ്പുള്ളി പോലെയായി. ഷാരണിന് ഒളിവിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒളിവിൽ പോകുന്ന അവൾ വരുന്നത് നിയമങ്ങളൊന്നും ഇല്ലാത്ത മാദ്രിപൂരിലേക്കാണ്. അപ്പൊ ഇവിടെയാണ് ഷാരൺ പിന്നെ ജീവിച്ചത്. ഇവിടെ അവൾ അല്ലറ ചില്ലറ കള്ളക്കടത്തും ബ്ലാക്ക് മാർക്കറ്റിൽ ചെറിയ സാധനങ്ങൾ വിറ്റൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. ഇതാണ് ഷാരൺ കാർട്ടറിന്റെ സ്റ്റോറി. കുറെ പേർക്കെങ്കിലും ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. ഷാരൺ, നീ എങ്ങനെ ഇവിടെ? ഞാൻ എങ്ങനെ ഇവിടെ എന്നോ? നിങ്ങൾ കാരണം എന്റെ ജീവിതം പോയത്. ഇതിനൊക്കെ കാരണക്കാരനായത് സിമോയാ. ഷാരൺ വെയിറ്റ്, സിമോയൊന്നും ചെയ്യരുത്. ആരോ സൂപ്പർ സോൾജർ സെറം വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സിമോയുടെ സഹായം ഉണ്ടായേ പറ്റൂ. ഓ, അപ്പൊ അതിനാണ് നിങ്ങൾ ഇവിടെ വന്നതല്ലേ? അതിനിടയ്ക്ക് സെൽബി ആരോ കൊന്നുകളയും ചെയ്തു. നിങ്ങളുടെ തലയ്ക്ക് ഇപ്പോ കുറെ പൈസ വില പറഞ്ഞിട്ടുണ്ട്. നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ എങ്ങനെ ഇവിടെ എത്തുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ബക്കിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റീവിന്റെയും സാമിന്റെയും സാധനങ്ങളൊക്കെ ഗവൺമെന്റ് പിടിച്ചെടുത്ത് ഓർമ്മയില്ലേ? അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് ഞാനാ. ക്യാപ്റ്റന്റെ ഷീൽഡും സാമിന്റെ ഫാൽക്കൺ സ്യൂട്ടും ഒക്കെ ഞാനാണ് കൊണ്ടുവന്ന് തന്നത്. മറന്നുപോയി നിങ്ങൾ? നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നിങ്ങൾ അവെഞ്ചേഴ്സ് ആണല്ലോ. പക്ഷെ എനിക്ക് നാട് വിടേണ്ടി വന്നു. എന്നെ ഒരു രാജ്യദ്രോഹിയാക്കി. ഞാൻ ഒളിവിലായി. പക്ഷെ ഷാരൺ, ഞാനും ക്യാപ്റ്റനും ഒക്കെ ഒളിവിൽ തന്നെയായിരുന്നു. ആയിരുന്നു എന്നതും ആണെന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സാം. നിന്നോട് ഗവൺമെന്റ് ക്ഷമിച്ചു, പക്ഷെ എന്നോട് ഗവൺമെന്റ് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഞാൻ എന്റെ ഫാമിലി കാണാറില്ല. എന്റെ അച്ഛനുമായിട്ട് പോലും ഞാനിപ്പോ സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. ഷാരൺ, ഞങ്ങൾക്കിപ്പോ നിന്റെ ഹെൽപ്പ് വേണം. എന്തോ എനിക്ക് നിങ്ങളെ കൊല്ലാൻ പറ്റില്ല. ഞാൻ അത്ര മോശമാളൊന്നുമല്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ പഴയൊന്നും ഞാൻ മറന്നു വിചാരിക്കണ്ട. എനിക്ക് ഹൈ ടൗണിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. അങ്ങനെ പറഞ്ഞ അവരൊക്കെ കൂടി ഹൈ ടൗണിലുള്ള, അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന മാദ്രിപൂരിലെ മറ്റേ സൈഡിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോ ഷാരൺ കാർട്ടറിന് സ്വന്തമായിട്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അപ്പൊ ഷാരൺ ഇങ്ങോട്ട് വന്ന് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. മോഷ്ടിക്കപ്പെട്ട വില പിടിച്ച ആർട്ട് വർക്ക്, പെയിന്റിങ്ങുകളും ശില്പങ്ങളും ഒക്കെ ഷാരൺ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് വലിയ പൈസക്ക് മറിച്ചു വെക്കും. ഇതാണ് ഷാരൺ കാർട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാരൺ കാർട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഗവൺമെന്റ് അവളെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തി. അവൾ ഒളിവിൽ പോകേണ്ടി വന്നു. എന്നാ പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ കള്ളക്കടത്തൊക്കെ ചെയ്യാൻ അങ്ങോട്ട് വിചാരിച്ചു. ഇപ്പൊ അവൾക്ക് അത്യാവശ്യം നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾ ബക്കിക്കും അറിയാം. ശരിക്കും നാഷണൽ ആർട്ട് മ്യൂസിയത്തിലൊക്കെ ഇരിക്കുന്ന പല പെയിന്റിങ്ങുകളും ശില്പങ്ങളും ഒറിജിനൽ അല്ല, ഫേക്ക് ആണ്. പലതും മോഷണം പോയിട്ട് ഗവൺമെന്റിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇതുപോലെയുള്ള ബ്ലാക്ക് മാർക്കറ്റിലേക്കാണ് വരുന്നത്. ജനങ്ങൾ ഗവൺമെന്റിനെ കുറ്റം പറയാതിരിക്കാൻ അവർ ഫേക്ക് ആയിട്ടുള്ള പെയിന്റിങ്ങുകളും ശില്പങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കി വെക്കും. ഇങ്ങനെയാണ് ബക്കി പറയുന്നത്. എന്താ ഷാരൺ, നിനക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ പ്ലാൻ ഒന്നുമില്ല? ഞാൻ അമേരിക്കയിലോട്ട് വരുവാണെങ്കിൽ അവരെന്നെ പിടിച്ച് ജയിലിലടയ്ക്കും. ഇവിടെ മാദ്രിപൂരിലാവുമ്പോൾ എന്നെ ആരും പിടിച്ചോണ്ട് പോവില്ല. ഐ എം സോറി ഷാരൺ. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം ഞാൻ നിന്നെ കോൾ ചെയ്തില്ല. മാഞ്ഞുപോയ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്റെ ലൈഫായിട്ട് ബിസിയായി. സത്യത്തിൽ ഞാനും മാഞ്ഞുപോയുടെ കൂട്ടത്തിലുണ്ടെന്ന് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഞാൻ മാഞ്ഞുപോയില്ല. ഞാൻ ഇവിടെ മാദ്രിപൂരിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, സാം എപ്പോഴും ക്യാപ്റ്റന്റെ കൂടെ ആയിരുന്നല്ലോ. എന്നിട്ട് ക്യാപ്റ്റൻ നിങ്ങൾക്ക് തന്ന ഷീൽഡ് നിന്നെ വേണ്ടെന്ന്
വേണ്ടെന്ന് വെച്ചത്? അപ്പൊ തനിക്ക് ഹീറോ ആവണ്ടേ? അതെനിക്കും ചോദിക്കണമെന്നുണ്ടായിരുന്നു. സാം എന്തിനാ ഷീൽഡ് വേണ്ടെന്ന് വെച്ചത്? ഇപ്പൊ ഒരു പുതിയൊരു ക്യാപ്റ്റൻ അമേരിക്കയും കൊണ്ടുവന്നു. അവൻ ആളെങ്ങനെയുണ്ട്? അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. കറക്റ്റ് ഒരു ചൊറിയൻ. അതെന്താ ബക്കി അങ്ങനെ പറയുന്നത്? നീ ക്യാപ്റ്റന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ ഒരുപാട് കാലം മുന്നേ. നിന്നെ ഹൈഡർ പിടിച്ചോണ്ട് പോയി അവരുടെ കുട്ടിക്കൊരുങ്ങ പോലെ ചാടിപ്പിച്ചില്ലേ? അതിനൊക്കെ മുന്നേ സ്റ്റീവ് ക്യാപ്റ്റനായ മാത്രം നിനക്ക് ഇഷ്ടപ്പെടുന്നതാണോ? ഓ ഷാരൻ, നീ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. നീ ആകെ മാറിപ്പോയി. നിന്റെ സംസാരവും മാറിപ്പോയി. കാർലി ഒരു സൂപ്പർ സോൾജറാ. അവൾ കൂടാതെ ബാക്കി 7 പേർക്ക് ഇതുപോലെയുള്ള പവറുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയാ, ഇതത്ര നല്ല സ്ഥലമൊന്നും അല്ല. നിങ്ങൾ ചെയ്യാൻ വന്ന കാര്യം കഴിഞ്ഞാലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഇത് റിസ്ക് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ആ റിസ്ക് എടുത്തേ പറ്റൂ. ഇതിന്റെ പിന്നിൽ ആരാന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ വിൽഫ്രഡ് നേഗൽ. അതോടെ മാദ്രിപൂരിലുള്ള ഒരു സയന്റിസ്റ്റ് ആണെന്ന് പറയുന്നത്. അയാളാണ് വീണ്ടും സൂപ്പർ സോൾജേഴ്സ് ഉണ്ടാക്കിയെന്ന്. ഡോക്ടർ വിൽഫ്രഡ് നേഗൽ പവർ ബ്രോക്കർ എന്ന് പറയുന്ന ഏതോ ഒരു ഗുണ്ടാത്തലവിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിന്റെ ഹെൽപ്പ് വേണം ഷാരൻ. പിന്നെ ഗവൺമെന്റ് നിന്റെ മേൽ ചുമത്തിരിക്കുന്ന കുറ്റങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാം. സാം ഇങ്ങനെ ഇല്ലീഗലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്ത് പറ്റി? ഷാരൻ, നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ ഇരിക്കുന്ന ബക്കി ഉണ്ടല്ലോ, ഇവനൊരു കില്ലിംഗ് മെഷീനാണ്. പണ്ട് ഇവൻ എത്രയോ പേരെയാണ് വിന്റർ സോൾജർ ആയിട്ട് കൊന്നു തള്ളിയിരിക്കുന്നത്. എന്നിട്ട് ഇവനോട് ഗവൺമെന്റ് ക്ഷമിച്ചില്ലേ? അത്രയും വലിയ കുറ്റം നീ ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് സാമിന്റെ ഔദാര്യം ഒന്നും വേണ്ട. ഇപ്പൊ എന്റെ ലൈഫ് ഒരുപാട് മാറിപ്പോയി. എന്നാ ശരി, ഔദാര്യം ആക്കണ്ട, ഒരു ഡീലാവോ? ഷാരൻ ഞങ്ങളെ സഹായിക്കും. അതിന് പകരമായിട്ട് ഞാൻ നിന്റെ പേര് എല്ലാ റെക്കോർഡ്സിൽ നിന്ന് ക്ലിയർ ആക്കി തരും. നിന്റെ മേലെ കുറ്റമൊന്നും ഉണ്ടാവില്ല. ഈ സമയത്താണ് ഷാരൻ പറയുന്നത്, ഇവളുടെ ആർട്ട് വർക്കുകൾ കാണാനും അത് മേടിക്കാനും ഒക്കെ ആയിട്ട് കുറെ ക്ലയൻസ് വരുന്നുണ്ട്. ആ ആൾക്കാർക്കൊക്കെ വേണ്ടി ഷാരൻ ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പാർട്ടിയുടെ ഇടയ്ക്ക് കുറെ പേര് വരും. പല ബന്ധങ്ങളും സ്വാധീനവും ഒക്കെ ഉള്ള ആളുകൾ. സാമും ബക്കിയും സിമോയും നോർമലായിട്ട് ഈ പാർട്ടിയുടെ ഇടയ്ക്ക് വന്നാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് ഷാരൻ അവൾക്ക് പരിചയമുള്ളവരുടെ അടുത്ത് അന്വേഷിച്ച് ആരാണ് ഈ ഡോക്ടർ വിൽഫ്രഡ് നേഗൽ എന്നും അയാൾ എവിടെയാ ഉള്ളതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ സയന്റിസ്റ്റിനെ പറ്റിയുള്ള വിവരം കിട്ടുമെന്ന് ഷാരന് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ പാർട്ടി തുടങ്ങി. ഇവർ 3 പേരും നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്തു. ഷാരൻ ഓരോ ആൾക്കാരോടായിട്ട് ഈ കാര്യങ്ങൾ പോയി ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് സിമോ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. യൂട്യൂബില് സിമോ ഡാൻസിങ് ഫോർ 1 hour എന്ന് പറഞ്ഞ് സിമോ ഡാൻസ് കളിക്കുന്നത് മാത്രമായിട്ട് 1 മണിക്കൂർ റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ സയന്റിസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് കിട്ടിയ ലൊക്കേഷനിലേക്ക് പോവാണ്. ഒരു ഷിപ്പ് യാർഡ് പോലെയുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. കുറെ കണ്ടെയ്നറുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ ഏതോ ഒരു കണ്ടെയ്നറിലാണ് ഡോക്ടർ വിൽഫ്രഡ് നേഗൽ എന്ന് പറയുന്ന സയന്റിസ്റ്റും അയാളുടെ ലാബും ഉള്ളത്. ഇവർ മാദ്രിപൂരിൽ നിൽക്കുന്തോറും ഇവരുടെ ജീവനത് അപകടമാണെന്ന് ഷാരൻ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പണി തീർത്ത് തിരിച്ചു പോകണം. ഇവർ സയന്റിസ്റ്റിനെ നോക്കുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് ഷാരൻ നോക്കാന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം സംസാരിക്കാനായിട്ട് ഒരു ഇയർബഡ് ഒക്കെ വെച്ചാണ് പോകുന്നത്. അവർ വിചാരിച്ച കണ്ടെയ്നറിൽ പോയി തുറന്നു നോക്കിയപ്പോ അതിലൊന്നുമില്ല. പക്ഷെ സിമോയ്ക്ക് എന്തോ ഡൗട്ട് തോന്നി. അവൻ നേരെ കണ്ടെയ്നറിന്റെ അറ്റത്ത് പോയി അവിടെയൊക്കെ തപ്പി നോക്കുവാണ്. അപ്പോഴാണ് സീക്രട്ട് ആയിട്ടുള്ള ഒരു വഴി അവന് തുറന്നു കിട്ടുന്നത്. അവരതിൽ കൂടെ നടക്കാൻ തുടങ്ങി. വിചാരിച്ച പോലെ ഇതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ലാബ്. അവിടെ സൂപ്പർ സോൾജർ സെറത്തിന്റെ സാമ്പിളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ തോക്ക് ചൂണ്ടിപ്പിടിച്ചാണ് പോകുന്നത്. ഈ സയന്റിസ്റ്റ് പെട്ടെന്ന് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ കാണുന്നത്. അയാൾ സെറം ഉണ്ടാക്കുന്നതായിരിക്കില്ല. ഹലോ ഡോക്ടർ വിൽഫ്രഡ് നേഗൽ, അവസാനം ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ആരാ? എന്താ വേണ്ടത്? താൻ സൂപ്പർ സോൾജർ സെറം വീണ്ടും ക്രിയേറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ ലാബിൽ നിന്ന് ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് ഇവിടേക്ക് കടക്കാൻ അവകാശമില്ല. ഡോക്ടർ വിൽഫ്രഡ് നേഗൽ, ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഇവന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാരൻ സിമോ. തന്നെ പോലെയുള്ള സയന്റിസ്റ്റുകളെ തേടി പിടിച്ച് കൊല്ലായിരുന്നു എന്റെ പണി. അതുകൊണ്ട് അധികം വെളച്ചിലെടുക്കാതെ സത്യം പറ. ശരി, എന്നാൽ ഞാനൊരു ഡീല് പറയാം. എനിക്ക് പവർ ബ്രോക്കർ തന്നിരിക്കുന്ന ജോലിയായത് സൂപ്പർ സോൾജർ സെറംസ് ഉണ്ടാക്കാൻ. പവർ ബ്രോക്കർ എനിക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ തന്നാ ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരവൊക്കെ പറയാം. എന്തായാലും ആ ഡീലിന് ബക്കിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബക്കി സയന്റിസ്റ്റിനെ വലിച്ചു കൊണ്ടുവന്ന് കസേരയിലെത്തി തലയിലേക്ക് തോക്ക് ചൂണ്ടി സത്യമൊക്കെ പറയാൻ പറയുന്നു. ഈ സമയത്താണ് ഷാരൻ കാർട്ടർ അവരോട് പറയുന്നത് പുറത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ തൽക്കാലം അവരുടെ കാര്യം ഷാരൻ നോക്കിക്കോളാന്ന് പറയുന്നു. ഷാരൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, അവൾ ഒടുക്കത്തെ ഫൈറ്റർ തന്നെയാണ്. ബക്കി തലയിലേക്ക് തോക്ക് ചൂണ്ടിയതോടെ സയന്റിസ്റ്റ് പറയാൻ തുടങ്ങി. വേൾഡ് വാർ 2 സമയത്ത് ആദ്യമായിട്ട് ഡോക്ടർ എബ്രഹാം എർസ്കിനാണ് സൂപ്പർ സോൾജർ സെറം കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. സൂപ്പർ സോൾജർ സെറം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതത്ര നല്ലതായിരുന്നില്ല. തേക്ക് പിടിച്ചത് കുത്തിവെച്ച് ജോഹാൻ ഷ്മിറ്റ് റെഡ് സ്കളായി മാറി. പിന്നീട് ശരിക്കുള്ള സൂപ്പർ സോൾജർ സെറം ഡോക്ടർ എബ്രഹാം എർസ്കിൻ സ്റ്റീവ് റോജേഴ്സിന് മേൽ കുത്തിവെച്ചു. സ്റ്റീവ് ക്യാപ്റ്റൻ അമേരിക്കയായി മാറി. ഒരു അതിമാനുഷ്യൻ. സാധാരണ മനുഷ്യർക്കില്ലാത്ത ശക്തിയും ബലവും വേഗതയും സൂപ്പർ സോൾജേഴ്സിനുണ്ട്. ഹൈഡ്ര സയന്റിസ്റ്റ് ആയിട്ടുള്ള അർണിം സോള ഒറിജിനൽ സൂപ്പർ സോൾജർ സെറത്തിന്റെ ഒരു കോപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അന്ന് സൈന്യത്തിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ബക്കിയുടെ മേലാണ് അർണിം സോള അത് കുത്തിവെച്ചത്. അങ്ങനെ ബക്കിയും ഒരു സൂപ്പർ സോൾജറായി മാറി. ഒറിജിനലിന്റെ അത്ര പോരാ, പക്ഷെ കുഴപ്പമില്ല. സൂപ്പർ സോൾജർ സെറം ഒരുപാട് പേരുടെ മേൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൽ ജീവനോടെ രക്ഷപ്പെടാറുള്ളത് വളരെ കുറച്ചു പേര് മാത്രമാണ്. ഒരുപാട് രാജ്യങ്ങൾ സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അമേരിക്കൻ സൈന്യത്തിലെ ഒരുപാട് പേരെ രോഗത്തിന് വേണ്ടിയുള്ള വാക്സിൻ കുത്തിവെക്കുക എന്ന് പറഞ്ഞ് ഈ സെറം കുത്തിവെപ്പിച്ച് പരീക്ഷണം ചെയ്തു. കുറെ പേര് മരിച്ചുപോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളക്കാരായിട്ടുള്ള അമേരിക്കക്കാരെ അല്ല ഇതുപോലെ പരീക്ഷണം നടത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചത്. അമേരിക്കൻ സൈന്യത്തിലുള്ള കറുത്ത വർഗ്ഗക്കാരെയാണ് അവരിതിനു വേണ്ടി ഉപയോഗിച്ചത്. ചിലരൊക്കെ രക്ഷപ്പെട്ടു,
രക്ഷപ്പെട്ടു. അതിൽ തന്നെ ഐസിയ ബ്രാഡ്ലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഹൈഡ്രയെ തകർക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം ഐസിയ ബ്രാഡ്ലി ഉപയോഗിച്ചിരുന്നു. വിന്റർ സോൾജറിന് പിന്നാലെയും അവർ ഐസിയയെ വിട്ടു. അയാൾ ഒരുപാട് ശക്തനായിരുന്നു. പക്ഷേ തിരിച്ചു വന്ന ഐസിയ ബ്രാഡ്ലിയെ അമേരിക്കൻ ഗവൺമെന്റ് ജയിലിൽ അടച്ചു വെച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ബ്രാഡ്ലിയുടെ രക്തമെടുത്ത് സിഐഎയും ഹൈഡ്രയും ഒക്കെ വീണ്ടും അടുത്ത സൂപ്പർ സോൾജർ സെറംസ് ഉണ്ടാക്കാനായി പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് റഷ്യയും സൂപ്പർ സോൾജർ സെറത്തിന്റെ മറ്റൊരു മാതൃക തയ്യാറാക്കിയെന്ന് പറയുന്നുണ്ട്. അവിടെയും ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ ഈ സെറം കുത്തിവെക്കപ്പെട്ട് ശക്തനായ ഒരു റഷ്യക്കാരനുണ്ടെന്ന് പറയപ്പെടുന്നു. അയാളെ റഷ്യക്കാര് വിളിക്കാറുള്ളത് റെഡ് ഗാർഡിയൻ എന്നാണ്. പിന്നീട് 1990 ഹോവാർഡ് സ്റ്റാർക്കും പരീക്ഷണങ്ങൾ ചെയ്ത് സൂപ്പർ സോൾജർ സെറത്തിന്റെ പുതിയൊരു വെർഷൻ ഉണ്ടാക്കി. അത്രയും മികച്ചവണ്ണം കണ്ടുപിടിക്കാൻ വേറെ ആർക്കും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഹൈഡ്ര ബക്കിയെ വിന്റർ സോൾജറാക്കി അയച്ച് ഹോവാർഡ് സ്റ്റാർക്കിനെയും ഭാര്യയെയും കൊല്ലിച്ചു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് സൂപ്പർ സോൾജർ സെറം മോഷ്ടിച്ചു കൊണ്ടുവന്നു. അത് വെച്ച് അവര് വിന്റർ സോൾജർ പ്രോഗ്രാം നടത്തി. ബക്കിയെ പോലെ വീണ്ടും കുറെ വിന്റർ സോൾജേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സെറം കുത്തിവെച്ചവരെ അത് അൺസ്റ്റേബിൾ ആക്കി. അവർ ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സൈബീരിയയിലുള്ള ആ കേന്ദ്രത്തിൽ ഹൈഡ്ര വിന്റർ സോൾജേഴ്സിനെയൊക്കെ ആ സൂപ്പർ സോൾജേഴ്സിനെ മഞ്ഞിൽ ഉറക്കിക്കിടത്തി. അങ്ങനെ ഹോവാർഡ് സ്റ്റാർക്കിന്റെ സൂപ്പർ സോൾജർ സെറവും അത്ര മികച്ചതായിരുന്നില്ല. അത് കഴിഞ്ഞ് കാലങ്ങൾക്കപ്പുറം ഹൈഡ്ര എന്നെ തിരഞ്ഞെടുത്തു, ഡോക്ടർ വിൽഫ്രഡ് നേഗൽ, ഇതേ സൂപ്പർ സോൾജർ സെറം വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ എന്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ജനറൽ തൈഡിയസ് റോസ് പറയുന്നതനുസരിച്ച് ഡോക്ടർ ബ്രൂസ് ബാനറും സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കാനായി പരീക്ഷണങ്ങൾ ചെയ്തു. അദ്ദേഹം ഗാമ റേഡിയേഷൻസ് വെച്ചാണ് പരീക്ഷണം ചെയ്തത്. അത് അദ്ദേഹത്തിന് തന്നെ പ്രശ്നമായി. അദ്ദേഹം പച്ച നിറമുള്ള രാക്ഷസനായി മാറി. ദ ഹൾക്ക്. അതും വർക്കായില്ല. ഇതേ സൂപ്പർ സോൾജർ സെറത്തിന്റെ വേറെ പതിപ്പുകൾ ഉണ്ടായിരുന്നു. അത് അവരൊരു സൈനികനായിട്ടുള്ള എമിൽ ബ്ലോൺസ്കിയുടെ മേൽ കുത്തിവെച്ചു. അയാൾക്ക് ശാരീരികമായിട്ട് കുറെ കഴിവുകളൊക്കെ കിട്ടി. പക്ഷേ ഹൾക്കിന്റെ പോലെ ആവാൻ ശ്രമിച്ച് അയാൾ അബോമിനേഷൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു രാക്ഷസനായി മാറി. ഒരു കാര്യം ഉണ്ടായില്ല. പിന്നീട് ഷീൽഡിനുള്ളിൽ ഹൈഡ്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാം പ്രശ്നമായി. ഷീൽഡും ഇല്ലാതെയായി, ഹൈഡ്രയും ഇല്ലാതെയായി. അതോടെ എന്റെ പരീക്ഷണങ്ങൾ മുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ എന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് CIA ഏറ്റെടുത്തു. അവരെന്റെ പരീക്ഷണങ്ങൾ തുടരാൻ വേണ്ടിയിട്ടുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ തന്നു. ഞാൻ വീണ്ടും എന്റെ പരീക്ഷണം തുടർന്നു. അവരെനിക്ക് ഐസിയ ബ്രാഡ്ലിയുടെ രക്തത്തിന്റെ സാമ്പിളുകൾ തന്നു. 2018 ഞാൻ അയാളുടെ രക്തത്തിൽ നിന്ന് സൂപ്പർ സോൾജർ സെറത്തിന്റെ ഫോർമുല വേർതിരിച്ചെടുത്തു. അതുവരെ മറ്റൊരു സയന്റിസ്റ്റിനും കഴിയാത്തത് ഞാൻ ചെയ്തു. ഞാനൊരു ദൈവത്തിനെ പോലെയായിരുന്നു. എല്ലാവരും എന്നെ ബഹുമാനിച്ചു. ഞാൻ കണ്ടുപിടിച്ച സൂപ്പർ സോൾജർ സെറം മുൻപത്തേതിനേക്കാളൊക്കെ വ്യത്യസ്തമായിരുന്നു. ഒരുപാട് ഡിവൈസുകളും ഒരുപാട് ഇലക്ട്രിസിറ്റിയും ഒന്നും ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കുന്ന സെറം ചുമ്മാ ആളുടെ മേൽ കുത്തിവെച്ചാൽ മാത്രം മതിയായിരുന്നു. അതായിരുന്നു ഞാൻ കണ്ടുപിടിച്ച സൂപ്പർ സോൾജർ സെറത്തിന്റെ സ്പെഷ്യാലിറ്റി. പക്ഷെ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. 2018 ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് എല്ലാവരും മാഞ്ഞുപോയ കൂട്ടത്തിൽ ഞാനും മാഞ്ഞുപോയി. 5 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഈ പരീക്ഷണങ്ങളൊക്കെ അവർ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ വിഷമമായി. പക്ഷെ അപ്പോഴാണ് ഈ മാദ്രിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടുത്തെ രാജാവായ പവർ ബ്രോക്കർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. പവർ ബ്രോക്കർ എന്നെ ഇങ്ങോട്ട് വരുത്തി എനിക്ക് ആവശ്യമുള്ള പൈസയും മറ്റെല്ലാ സാധനങ്ങളും തന്നു. എന്നോട് സൂപ്പർ സോൾജർ സെറത്തിൽ വീണ്ടും വർക്ക് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ സന്തോഷത്തോടെ ചെയ്തു. ഞാൻ വീണ്ടും സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കി. കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ താൻ എത്രത്തോളം ഉണ്ടാക്കി? ഏകദേശം 20 പേർക്ക് വേണ്ട സൂപ്പർ സോൾജർ സെറം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പവർ ബ്രോക്കറിന്റെ കണ്ണുവെട്ടിച്ച് കാർലി മോർഗൻതോ എന്ന് പറയുന്ന പെണ്ണും അവളുടെ കൂട്ടുകാരും അത് മോഷ്ടിച്ചു. എനിക്കുറപ്പാ പവർ ബ്രോക്കർ അവളെ തേടി പിടിച്ച് കൊല്ലും. കാർലി എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അവളുടെ വളർത്തമ്മയായിട്ടുള്ള ഡോണിയ മദാനി ക്ഷയം പിടിച്ച് മരിക്കാൻ കിടക്കുകയാണത്രേ. എന്നോട് അവർ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അവരെ സഹായിക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോൾ കട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ വീണ്ടും സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ്. ഉള്ളതൊക്കെ കാർലിയും ബാക്കിയുള്ളവരും കൊണ്ടുപോയി. ഈ സമയത്താണ് ഷാരൻ കാർട്ടർ ഉള്ളിലേക്ക് ഓടി വന്ന് സാമിന്റെയും ബക്കിയുടെയും സിമോയുടെയും തലയ്ക്ക് വിലയിട്ടിരിക്കുന്നതുകൊണ്ട് അവരെ പിടിക്കാനായിട്ട് മാദ്രിപൂരിലുള്ള കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് അവർക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ഈ സമയത്താണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത്. സിമോ അവിടെ ടേബിളിൽ ഇരുന്ന ഒരു തോക്കെടുത്ത് ഈ സയന്റിസ്റ്റിനെ വെടിവെച്ച് കൊന്നുകളയുവാണ്. സിമോയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അവന് സൂപ്പർ സോൾജേഴ്സിനും ഇഷ്ടമല്ല, സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കുന്ന സയന്റിസ്റ്റുകളെയും ഇഷ്ടമല്ല. എന്തായാലും ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ കൊന്ന അടുത്തൊന്നും വേറെ ആരും സൂപ്പർ സോൾജർ സെറം ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. കാരണം ഐസിയ ബ്രാഡ്ലിയുടെ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിട്ടുള്ളത് ഈ സയന്റിസ്റ്റിന്. അങ്ങനെ സിമോ പണി പറ്റിച്ചു. ഷാരനും ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഈ സമയത്താണ് ഷാരൻ ഈ കണ്ടെയ്നറിലേക്ക് ഓടിക്കയറുന്നത് കണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടി വന്ന ഒരുത്തൻ ഒരു ചെറിയ മിസൈൽ അങ്ങോട്ട് വിടുന്നത്. അതോടെ കണ്ടെയ്നറിന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ചു. ഇവരൊക്കെ പല സ്ഥലത്തേക്കും തെറിച്ചു വീഴുവാണ്. അപ്പോൾ ഉണ്ടായ തീപിടുത്തത്തിൽ ഡോക്ടർ വിൽഫ്രഡ് നേഗൽ ചെയ്തു വെച്ചിരിക്കുന്ന ബാക്കി പരീക്ഷണങ്ങളും കുറച്ചെങ്കിലും പൂർത്തിയായ ബാക്കി സൂപ്പർ സോൾജർ സെറംസും ചൂടായി നശിക്കുവാണ്. അവർക്ക് എണ്ണി നോക്കിയപ്പോൾ സിമോയെ കാണാനില്ല. ഇവരെയൊക്കെ പറ്റിച്ച് സിമോ കടന്നു കളഞ്ഞോന്ന് അവർക്ക് നല്ല ഡൗട്ട് തോന്നി. എന്തായാലും അവർ തോക്കെടുത്ത് പുറത്തിറങ്ങി. എന്നിട്ട് ഇവരെ പിടിക്കാൻ വന്നവരെ തിരിച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് സിമോയ്ക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവനൊരു കണ്ടെയ്നറിന്റെ മുകളിലേക്ക് കയറുവാണ്. എന്നിട്ട് അവന്റെ പ്രിയപ്പെട്ട ആ പർപ്പിൾ മാസ്ക് സിമോ എടുത്തിട്ടു. ഇവരെ പിടിക്കാൻ വന്നവർ നിൽക്കുന്നതിന്റെ അടുത്ത് പൊട്ടിത്തെറിക്കുന്ന ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സിമോ കണ്ടു. സിമോ നേരെ അതിലേക്ക് വെടിവെക്കുകയാണ്. അത് പൊട്ടിത്തെറിച്ച ഉടനെ ഇവരെ പിടിക്കാൻ വന്നവരും അവിടെ കിടന്ന് ചത്തുപോവാണ്. എന്നിട്ട് സിമോ താഴേക്ക് ചാടി ഇറങ്ങി വന്ന് നൈസായിട്ട് ബാക്കിയുള്ളവരും വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. സിമോ നോക്കിയപ്പോ അവിടുത്തെ ഒരു കണ്ടെയ്നറിൽ ഒരു അടിപൊളി കാർ കിടക്കുന്നുണ്ട്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല. കാർ എടുത്ത് നേരെ സാമിന്റെയും ബക്കിയുടെ അടുത്തേക്ക് വരുവാണ്. എന്തായാലും സിമോ രക്ഷപ്പെട്ടില്ല എന്ന് കണ്ടപ്പോ അവർക്ക് സമാധാനമായി. സിമോ, നീ ഞങ്ങളെ സഹായിക്കുന്നു എഴുതി നിന്നെ വെറുതെ വിടുന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഞങ്ങൾ തിരിച്ച് ജയിലിലേക്ക് തന്നെ വിടും. അതാണ് ഇപ്പോഴത്തെ വിഷയം. നിങ്ങൾക്ക് കാർലിയെ കണ്ടുപിടിക്കണോ വേണ്ടയോ എന്നാ എന്റെ കൂടെ. എന്റെ പൊന്ന് സിമോ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ പറയുന്നതല്ലാതെ ഒരു കാര്യം പോലും ചെയ്യരുതെന്ന്. നീ ആ സയന്റിസ്റ്റിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞില്ലേ. ഇനി ഒരുപാട് കാര്യങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് അറിയായിരുന്നു. ഓക്കെ ഗൈസ്, സോറി.
ഇനി നിങ്ങളോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അതുപോലെ അപ്പൊ ശരി, നിങ്ങളെയൊക്കെ പിന്നെ കാണാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. ആൻഡ് സാം, ഞാൻ നിന്നെ സഹായിച്ചു. അതുപോലെ എന്റെ കുറ്റവാളി എന്ന് രാജ്യദ്രോഹി എന്നുള്ള പേര് നീ മാറ്റി തരണം. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞ് ഷാരൻ പോവാണ്. സാം അവളോട് താങ്ക്സ് പറയുന്നു. ഈ സമയത്ത് ബക്കിയാണ് മുന്നിലിരിക്കുന്നത്. സാം പിന്നിലെ സീറ്റിലാണ്. സാം ബക്കിയോട് കാല് വെക്കാൻ പറ്റാത്തതുകൊണ്ട് സീറ്റ് ഒന്ന് മുന്നിലേക്ക് ആക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ബക്കി പറ്റില്ല എന്ന് പറയുന്നു. ആക്ച്വലി ഇതൊരു പ്രതികാരം വീട്ടിലാണ്. സാമും ബക്കിയും ആദ്യമായിട്ട് മറ്റൊരു കാറിൽ പോയിരുന്നു. അന്ന് ബക്കിയാണ് പിന്നിലിരുന്നത്. ബക്കി എന്ന് സാമിനോട് സീറ്റ് കുറച്ച് മുന്നിലേക്ക് നീക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാം പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിന് പകരമായിട്ട് ബക്കി ഇപ്പോ നൈസായിട്ട് ഇങ്ങനെ ചെയ്തു. ഈ സമയത്ത് ഷാരൻ കാർട്ടറിനെ കൊണ്ടുപോകാനായിട്ട് ഏതോ ഒരു ലേഡി കാറിൽ വന്നിട്ടുണ്ട്. ഷാരൻ കയറി കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുവാണ്. എന്നിട്ട് അവർക്ക് തീർക്കാൻ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അടുത്ത സീനി കാണിക്കുന്നത് GRCയുടെ ഒരു സപ്ലൈ കേന്ദ്രമാണ്. അതായത് മറ്റുള്ള GRC കേന്ദ്രങ്ങളിലേക്ക് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ പുറത്ത് കാർലിയും അവളുടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കയറി കൊള്ളയടിക്കാനാണ് അവരുടെ പ്ലാൻ. തന്റെ വളർത്തമ്മ ഡോണിയ മദാനി മരിച്ചതിൽ കാർലിക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല. അതുകൊണ്ട് കൂട്ടുകാരൻ ഇതൊന്നും ഇപ്പൊ തന്നെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ടെന്ന് അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. കാരണം അവൾ വിശ്വസിച്ച് കുറെ പേര് ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് ശ്രദ്ധിക്കാതെ പോയ കുറെ പേർ. അവർക്ക് വേണ്ടിയാണ് കാർലി ഇങ്ങനെ ചെയ്യുന്നത്. അവർ രണ്ടുപേരും കൂടി സ്വന്തം ആളുകളൊക്കെ മാഞ്ഞു പോയി കഴിഞ്ഞ് വളർത്തമ്മയായിട്ടുള്ള ഡോണിയ മദാനി എത്ര സ്നേഹത്തോടെയാണ് അവരെ നോക്കിയതെന്നൊക്കെ പരസ്പരം പറയുന്നുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ആദ്യമായിട്ട് സൂപ്പർ സോൾജർ സെറും ഡോക്ടർ വിൽഫ്രഡ് നേഗലിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് അത് സ്വന്തം ശരീരത്തിൽ കുത്തിവെച്ചപ്പോൾ എന്തുണ്ടായെന്ന് ഞരമ്പുകളിലൊക്കെ തീ പിടിക്കുന്നത് പോലെ തോന്നി. ആ വേദന സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ സൂപ്പർ സോൾജേഴ്സിനെ പോലെ ഒരുപാട് ശക്തരായി മാറി. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയൊക്കെ നമ്മുടെ കൂടെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നമ്മളുടെ അമ്മ ഡോണിയ മദാനിക്കും അത് തന്നെയായിരിക്കും ആഗ്രഹം. അവരുടെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടാവും. മാദിപുരി വെച്ച് ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ ആരോ കൊന്നുകളഞ്ഞെന്ന് എനിക്ക് അറിയാൻ പറ്റി. പവർ ബ്രോക്കർ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഉണ്ടാവും. പവർ ബ്രോക്കർ ആ സയന്റിസ്റ്റിനെ വെച്ച് കുറെ പൈസ ചെലവാക്കി ഉണ്ടാക്കിയ സൂപ്പർ സോൾജർ സെറംസ് ആണ് നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് വന്നേ. പവർ ബ്രോക്കർ നമ്മളെ കൊല്ലും. നമുക്ക് പറ്റുന്നത്ര കാലം അതിന് ഒളിച്ചു മാറി നടക്കാൻ ശ്രമിക്കാം. ഡോക്ടർ നേഗലിന്റെ കയ്യിൽ നിന്ന് നമ്മൾ മോഷ്ടിച്ച സെറത്തിൽ ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ആ സെറം നശിപ്പിക്കുമെന്ന് മനസ്സിലായ പവർ ബ്രോക്കർ നമ്മളെ പെട്ടെന്ന് കൊല്ലില്ല. അതുകൊണ്ട് എനിക്ക് പവർ ബ്രോക്കറിനെ ഭയങ്കരമായിട്ട് പേടിയില്ല. ഇങ്ങനെയാണ് കാർലി പറയുന്നത്. അങ്ങനെ അവര് ഈ സപ്ലൈ കേന്ദ്രത്തിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത സീനി കാണിക്കുന്നത് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെയും അവന്റെ വലങ്കയെയുമാണ്. ജോൺ വാക്കറിനെയും ലെമാറിനെയും. അവരിപ്പോ ഒരു ക്ലൂവും കിട്ടാതെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാതെ ആകെ നട്ടം തിരിഞ്ഞു നടക്കുക. സിമോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ജോൺ വാക്കറിന് മനസ്സിലായി. അപ്പൊ അവൻ ഊഹിക്കുവാണ് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ സാമോ ബക്കിയോ ആയിരിക്കും. കാരണം അവരുടെ മുന്നിലായാലും വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പതുക്കെയാണെങ്കിലും ഇവരും സിമോയെ തന്നെ അന്വേഷിച്ചായിരിക്കും വന്നത്. പക്ഷെ അപ്പോഴേക്കും സാമും ബക്കിയും സിമോയെ ഇറക്കിക്കൊണ്ടുപോയി. പക്ഷെ അവരാണ് അത് ചെയ്തതെന്ന് ഒരു തെളിവുമില്ല. തെളിവില്ലെങ്കിൽ എന്താ, നമ്മൾ സാമിന്റെയും ബക്കിയുടെ പിന്നാലെ പോകും. നമ്മൾക്ക് പറ്റുന്നൊക്കെ ചെയ്യും. ഇനിയിപ്പോ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവസാനത്തെ റിസൾട്ടാണ് എല്ലാവരും നോക്കൂ. അതെങ്ങനെ ചെയ്തെന്ന് കുറെ പേരൊന്നും നോക്കില്ല. അതാണ് സത്യം. ഈ സമയത്ത് ടോറസ് സാമിനോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇവരൊക്കെ കൂടി സിമോയുടെ പ്ലെയിനിൽ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബക്കി, ഞാൻ ഷാരനെ പറ്റി ആലോചിക്കുന്നത്. നമ്മളെ സഹായിക്കാൻ നോക്കിയിട്ട് അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടല്ലേ. അവൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ആ സയന്റിസ്റ്റ് പറഞ്ഞു കേട്ടില്ലേ ഐസേ ബ്രാഡ്ലിയെ പറ്റി എത്ര തരം താഴ്ന്ന രീതിയിൽ അയാൾ സംസാരിച്ചത്. ബ്രാഡ്ലി ഒരു മനുഷ്യനെ പോലെ ആരും കണ്ടില്ല. പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു വസ്തുവിനെ പോലെയാണ് എല്ലാവരും അദ്ദേഹത്തെ കണ്ടത്. ഈ സൂപ്പർ സോൾജർ സെറത്തിന്റെ പിന്നിൽ എത്രയോ പേരുടെ രക്തം ഉണ്ടാവും. എത്രയോ പേരുടെ കഷ്ടപ്പാടുകളും കരച്ചിലുകളും ഉണ്ടാവും. ഈ വൈബ്രേനിയം ഷീൽഡിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട് സാം, ഇതേ സൂപ്പർ സോൾജർ സെറമാണ് സ്റ്റീവ് ഉപയോഗിച്ചത്. ഇതേ വൈബ്രേനിയം ഷീൽഡാണ് സ്റ്റീവ് ഉപയോഗിച്ചത്. അവൻ കാരണം എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നീ പറയുന്നത് ശരിയാ. ഒരുപക്ഷെ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഞാൻ ആ ഷീൽഡ് മ്യൂസിയത്തിലേക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആ ഷീൽഡ് നശിപ്പിക്കണമായിരുന്നു. വേറെ ആരും ഇനി ഉപയോഗിക്കാത്തതുപോലെ. എന്താ സാം ഇങ്ങനെ പറയുന്നത്? ആ ഷീൽഡ് വേറൊരു വസ്തുവല്ല. സ്റ്റീവ് ആ ഷീൽഡ് തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. നമ്മളെ പോലെ സ്റ്റീവിനെ സ്നേഹിക്കുന്നവർക്കും അത് വേറൊരു ഷീൽഡല്ല. ലോകത്തിന് എന്തായാലും ഒരു പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ വേണം. സാമിന് അതിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. പക്ഷെ എന്തായാലും ആ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ജോൺ വാക്കർ ആവാൻ പാടില്ല. അവൻ ഇതിന് പറ്റിയ ആളല്ല. ആ ഷീൽഡ് ജോൺ വാക്കറിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് ഞാൻ നിനക്ക് തരും. പിന്നെ എന്ത് ചെയ്യണമെന്ന് സാമിന് തീരുമാനിക്കാം. ഈ സമയത്ത് സിമോ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ ഈ പറയുന്ന സൂപ്പർ സോൾജർ ആയിട്ടുള്ള കാർലിയെ സിമോയ്ക്ക് ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും സൂപ്പർ സോൾജേഴ്സിനെ നേരിട്ട് കണ്ട സിമോ അവരെ കൊല്ലാൻ നോക്കും. ഇത് സാമിനും ബക്കിക്കും അറിയാം. അടുത്ത സീനി കാണിക്കുന്നത് കാർലിയും കൂടെയുള്ളവരും GRCയുടെ സപ്ലൈ കേന്ദ്രം കൊള്ളയടിക്കുന്നതാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും അവരെടുത്തോണ്ട് പോവാണ്. അവിടെയുള്ള ഓഫീസേഴ്സിനെയൊക്കെ ഫ്ലാഗ് സ്മാഷേഴ്സ് കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തിനെങ്ങനെ ചെയ്യുന്നത്? ഇവിടുത്തെ സാധനങ്ങൾ കട്ടെടുത്തോണ്ട് പോകുന്നത് എന്തുദ്ദേശത്തിലാണ്? അത് ഞാൻ തന്നോട് പ്രത്യേകം പറയണം. മാഞ്ഞുപോരൊക്കെ തിരിച്ചു വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നവരാർക്കും വേണ്ടതായി. ഗവൺമെന്റിന്റെ കണ്ണ് തോർപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കുറെ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല ഇവിടെ എത്രമാത്രം സാധനങ്ങൾ നിങ്ങൾ പൂഴ്ത്തി വെച്ചിരുന്നത്. 6 മാസം ആളുകൾക്ക് കൊടുക്കേണ്ടതൊക്കെ മരുന്നും ഭക്ഷണവും എല്ലാം നിങ്ങൾ ഇവിടെ അടച്ചുമൂടി വെച്ചിരിക്കുമായിരുന്നു. സാധാരണക്കാർക്ക് കൊടുക്കാതെ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനേ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടുന്നത്. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് കാർലി ഇറങ്ങുവാണ്. അവൾ ഫ്രണ്ടിന്റെ കൂടെ കാറി കയറിയിരുന്നു. എന്നിട്ട് അവനോട് പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുവാണ്. അവന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. കാർലി ആ ബിൽഡിങ്ങിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ബോംബ് പൊട്ടിക്കുവാണ്. അങ്ങനെ
അങ്ങനെ ആ ബിൽഡിംഗും തകർന്നു. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവരും അവിടെ തന്നെ കത്തി മരിക്കുവാണ്. കാർലി, നീ എന്തായി ചെയ്ത്? ഈ പ്ലാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? നമ്മൾ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ആരും ശ്രദ്ധിക്കില്ല. നമ്മളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് സമ്മതിക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ജീവൻ നമ്മൾ എടുക്കേണ്ടി വരും. കാർലിയുടെ ഫ്രണ്ടിനോട് ഈ കാര്യത്തിൽ അത്ര യോജിപ്പില്ല, എന്നാലും നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു. സീൻ ചേഞ്ച് ആകുമ്പോൾ കാണിക്കുന്നത് ബക്കിയെയും സാമിനെയും സിമോയെയും ആണ്. താൻ ജനിച്ചു വളർന്ന സോക്കോവിയ അവഞ്ചേഴ്സും അൾട്രോണും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഒന്നും അല്ലാത്ത പോലെയായി. ഇതിൽ സിമോയ്ക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട്. അവഞ്ചേഴ്സ് പിന്നെ എന്തുകൊണ്ട് സോക്കോവിയയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ സിമോ സാമിനോട് ചോദിക്കുന്നു. ഈ സമയത്ത് ബക്കിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ രണ്ടുപേരോടും ഞാനിപ്പോ നടന്നിട്ട് വരാന്ന് പറഞ്ഞ് ഒരു ചെറിയ ഇടനാഴിയിലേക്ക് കടക്കുവാണ്. ആക്ച്വലി ബക്കി നിലത്ത് വീണെടുക്കുന്ന എന്തോ ഒരു സംഭവം കണ്ടിട്ടാണ് അവിടെ നിന്നത്. അതൊരു കിമോയോ ബീഡായിരുന്നു. ഈ സംഭവം വക്കാൻഡക്കാർ മാത്രം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ബക്കി കുറച്ച് നാള് വക്കാൻഡെ ചികിത്സയിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ബക്കിക്ക് ഇത് തിരിച്ചറിയാൻ പറ്റി. അവൻ ചുറ്റും നോക്കിയപ്പോ വേറൊരു സ്ഥലത്ത് മറ്റൊരു കിമോയോ ബീഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ അതിനെ പിന്തുടർന്ന് ഒരു ചെറിയ വഴിയിലേക്ക് കടക്കുവാണ്. ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ബക്കിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇനി പുറത്തേക്ക് വരാം. നിങ്ങൾ വക്കാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ക്ലൂ എനിക്ക് കിട്ടി. ഇത് ഞാൻ വക്കാൻഡെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ബക്കി അങ്ങനെ പറഞ്ഞ് ചുറ്റും നോക്കി. അപ്പോഴാണ് അവന്റെ പിന്നിലേക്ക് വക്കാൻഡയിലെ പെൺപുലികളുടെ സൈന്യമായിട്ടുള്ള ഡോറ മിലാജയിലെ ഒരു മെയിൻ പോരാളിയായിട്ടുള്ള അയോ വന്ന് നിൽക്കുന്നത്. അവൾ ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ഞാനിവിടെ വന്നിരിക്കുന്നത് ബാരൺ സിമോയെ കൊണ്ടുപോകാനാണ്. സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വക്കാൻഡയിലെ രാജാവായിട്ടുള്ള കിങ് ടിച്ചാക്കയെ ബോംബ് വെച്ച് കൊന്നവനാണ് സിമോ. ഇത്രയും നാൾ അവൻ ജയിലിലായിരുന്നു. പക്ഷെ അവൻ ജയിൽ ചാടിയ വിവരം വക്കാൻഡക്കാർക്ക് കിട്ടി. അപ്പൊ സിമോയെ തേടിയാണ് അയോ വന്നിരിക്കുന്നത്. ബക്കി കുറച്ചുനാൾ വക്കാൻഡയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയുമായിരിക്കും. ഈ അയോയെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഡോറ മിലാജ സംഘത്തിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും പ്രത്യേകിച്ച് ഡോറ മിലാജയുടെ ലീഡർ ആയിട്ടുള്ള ഒക്കോയയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒക്കോയയും അയോയും നല്ല കൂട്ടുകാരാണ്. കിങ് ടിച്ചാല അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തറിന്റെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ അയോയും പങ്കെടുത്തിട്ടുണ്ട്. അവസാനം ഇൻഫിനിറ്റി വാറിലും താനോസിന്റെ കൂട്ടാളികളെ പലരെ തകർക്കാനും അയോ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഇനി എന്താണ് സംഭവിക്കുക? വക്കാൻഡക്കാർ വന്നിട്ട് അങ്ങനെ ചുമ്മാ തിരിച്ചു പോകാറില്ലല്ലോ. അവര് സിമോയെ പിടിച്ചോണ്ട് പോകും. സാമിനും ബക്കിക്കും കാർലിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ? ഇതിന്റെ ഇടയ്ക്ക് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ജോൺ വാക്കറും ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.